അപ്പോൾ ഇന്നലെ പൂർത്തീകരിക്കാനാകാത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് ആസ് എൻ ഇൻസൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഒരാൾ എന്നുള്ള തരത്തിൽ നമ്മുടെ പാർട്ടി സമ്മേളനം നടക്കുന്നതിന് മുമ്പ് പാർട്ടി സമ്മേളനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് US കോൺസുലേറ്റിലെ ആൾക്കാരുമായി ചർച്ച നടത്തുന്നു. US കോൺസുലേറ്റാണ് ഇതിനെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അത് വേറൊരു കാര്യം. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദ്യം ചോദിപ്പിച്ച് ഉത്തരം പറയിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആഗോളവൽക്കരണം വരുന്നു, ഉദാരവൽക്കരണ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയുള്ള ആ നിലപാടുകളോട് യോജിപ്പുള്ള പിണറായി വിജയൻ വിഭാഗവും അതിനോട് യോജിപ്പില്ലാത്ത അച്യുതാനന്ദൻ വിഭാഗവും എന്ന് പറയുന്നത് ഒരു കൽപ്പന മാത്രമാണ്. ഇവിടെ അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അല്ലായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് പ്രശ്നം പാഠമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പാഠത്തെ ഇരുകൂട്ടരും പ്രത്യക്ഷമായും പരോക്ഷമായിട്ട് എതിർത്തിട്ട് അവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി പാഠത്തെ പ്രയോജനപ്പെടുത്താൻ പലരും പല ഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ടെന്നതിൽ കവിഞ്ഞ് ഇവർക്ക് ആർക്കും തന്നെ ഈ തരത്തിലുള്ള അധിനിവേശം, ഒരു സാമ്പത്തിക അധിനിവേശം, അതിന് ഇന്ത്യ വഴങ്ങാൻ പോവുകയാണ്, മൂന്നാം ലോക രാജ്യങ്ങൾ വഴങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു നിലപാടിനോട് യാതൊരു എതിർപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു പുതിയ ലോകക്രമത്തിൻ്റെ മുന്നൊരുക്കമായിരുന്നു. അതായത് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ഒരു രാഷ്ട്രത്തെ രാഷ്ട്രമല്ലാതാക്കി മാറ്റണമെങ്കിൽ അതിനെ ചിത്രീകരിച്ച് ലോക്കൽ എലിമെൻസിന് ഒരു സ്ട്രെസ് കൊടുക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കേന്ദ്രീകരിക്കുന്ന ഒരു ഫണ്ട് അങ്ങ് താഴോട്ട് വിതരണം ചെയ്തു പോവുകയും കേന്ദ്രീകൃത ഫണ്ടിലേക്കുള്ള ഒരു ഉൽപ്പാദനം, പൊതുമേഖലാ ഉൽപ്പാദനത്തിലൂടെ ഗവൺമെൻറ് ശക്തി പ്രാപിക്കുന്നത് ഇല്ലാതായിത്തീരുകയും വേണം. ഇതാണ് ഈ നമ്മുടെ ജനകീയാസൂത്രണം എന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാട്. അതിനുവേണ്ടി പ്ലാൻ ഫണ്ടിൽ ഇത്ര ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മഹത്തരമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിൽ ഈ പറഞ്ഞ ലിക്വിഡേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് സ്റ്റേറ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷൻ, ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഇതെല്ലാം വിൽക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ സ്റ്റേറ്റ് ദുർബലമായി തീരണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എക്കോണമി ഇല്ലാതായി തീരണം. അതിനുവേണ്ടിയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ ഇതിനെ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്തവരാണ് ആരും, ഇവരെല്ലാവരും ഇരുകൂട്ടിന് സ്വാഗതം ചെയ്തവരാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്ന കാലത്ത് ഇതിൻ്റെ ഈ അധിനിവേശത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഇവിടെ ഈ തരത്തിലൊരു സംഭവം നടന്നു. അപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്നത് ഇപ്പോൾ പറയുന്ന ന്യൂക്ലിയർ ട്രീറ്റ് വന്നപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കോൺഗ്രസിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചു, അല്ല പിന്തുണ പിൻവലിച്ചത് അത് ഒരു നാടകമായിരുന്നു എന്നാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ടു ബൈ ടൈം, ടു പർച്ചേസ് ടൈം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നന്ദിഗ്രാമിലൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി ആ കമ്മ്യൂണിസത്തിൻ്റെ മാർക്ക് നമ്മളോടൊപ്പം ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. പക്ഷേ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പൊതുവേ അമേരിക്കൻ പക്ഷത്താണ്, അതായത് ഗ്ലോബലൈസേഷൻ്റെ പക്ഷത്താണ്, ഉദാരവൽക്കരണത്തിൻ്റെ പക്ഷത്താണ്, നിയോ ലിബറലിസത്തിൻ്റെ പക്ഷത്താണ്. അങ്ങനെ നിയോ ലിബറലിസത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് പിണറായി വിജയൻ വിജയിക്കും എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് കൊണ്ടുവരുന്നത്. പക്ഷേ പിണറായി വിജയൻ വിജയിച്ചത് അതുകൊണ്ടൊന്നും അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയൻ ആളുകളെ എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്തു, പ്രധാനികളെയൊക്കെ പർച്ചേസ് ചെയ്തു, ആൾബലം വർദ്ധിപ്പിച്ചു, അങ്ങനെ പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉപക്രമം എന്നുള്ള തരത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഇത്രയും കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നത്. വെച്ചാൽ അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ദിസ് മാൻ ബിലോങ്സ് ടു പിണറായി വിജയൻസ് ഫാക്ഷൻ വിച്ച് സപ്പോർട്ട്സ് privatization, which supports globalization, which supports liberalization. അതുകൊണ്ട് ഈ ആശയപരമായിട്ടുള്ളത് കൊണ്ടൊന്നും അല്ല പിണറായി വിജയൻ അവിടെ അധികാരം പിടിച്ചെടുത്തത്. അതായത് ഈ US നൽകുന്ന അല്ലെങ്കിൽ US പിന്നിൽ നൽകുന്ന സാമ്പത്തിക ശക്തികളുടെ ഈ വാഗ്ദാനങ്ങൾ, പർച്ചേസിങ് കപ്പാസിറ്റി, അതുകൊണ്ട് ഈ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തും മറ്റുമൊക്കെ
ആളെ പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, ഇപ്പം നേരത്തെ ഞാൻ 2 ഇൻസ്റ്റൻസസ് സൂചിപ്പിച്ചു. അത് ഒന്ന്, സൂററ്റിൽ എങ്ങനെയാണ് ഈ CDSകാർ വന്നപ്പോൾ CDSകാർ WHO ടീമിൽ വേണ്ട എന്ന് സൂററ്റിലെ സയൻറ്റിസ്റ്റും ഡോക്ടർമാരും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്ലേഗ് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്നതിന്, അതായത് രോഗസ്ഥിരീകരണം എന്നുള്ളൊരു വാക്ക് നമ്മളെപ്പോഴും കേൾക്കുന്നത്, അതിന് CDC എന്ന ആൾക്കാർ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സ്ഥിതി നേരെ മറിച്ചാണ്. CDC എന്ത് പറയുന്നു, WHO എന്ത് പറയുന്നു, അതനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റൂ. ഇപ്പോൾ കേരളത്തിനൊരു സവിശേഷ സാഹചര്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിൽ അവരന്ന് പറഞ്ഞു. അവരങ്ങനെ പറയുമ്പോൾ 94 അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ അമേരിക്കൻ ഹെജമണിയുടേതായിട്ടുള്ള എല്ലാ ആ സ്വാധീനങ്ങളും നമ്മളെ വലയം ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 1988 തിരഞ്ഞെടുപ്പിൽ ഈ അച്യുതാനന്ദനൊരു ന്യൂനപക്ഷമായിട്ട് മാറുകയും അച്യുതാനന്ദൻ ഞെരുക്കപ്പെടുകയും പിണറായി വിജയൻ പാർട്ടിയുടെ സർവാധിപതിയായി വരികയും പിന്നെ അതുവരെ അച്യുതാനന്ദൻ്റെ ഈ വലിയ ആൾപ്പൊക്കമുള്ള കട്ടൗട്ടുകളാണ് ഈ ഒരു മീഡിയ ഹൈപ്പിലൂടെ എല്ലായിടവും പ്രദർശിപ്പിച്ചിരുന്നതെങ്കിൽ അതിന് പകരം നമ്മൾ പിണറായി വിജയൻ്റെ കട്ടൗട്ടുകൾ പ്രദർശിപ്പിച്ചു തുടങ്ങുകയും പിന്നെ അവസാനം നമുക്കറിയാം അച്യുതാനന്ദൻ അവസാനം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതവും അവസാനിപ്പിച്ചത് എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതിനകത്ത് വരുന്ന ഒരു വൈദേശികമായൊരു സ്വാധീനം, നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്ന വൈദേശികമായ സാധനം, നമ്മുടെ എക്കോണമിയിൽ വരുന്ന ഒരു വൈദേശികമായ സാധനം, നമ്മളൊരു കടമെടുപ്പുകാരായി തീരുന്ന ഒരവസ്ഥ. അപ്പോൾ ആ തരത്തിൽ കടമെടുത്ത് നശിക്കുകയും നമ്മുടെ ഈ പറഞ്ഞതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും പൊതുമേഖലാ പ്രൊഡക്ഷൻ ശൂന്യമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊപ്പം ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഈ പറഞ്ഞില്ലേ, ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പാർട്ടി ഇൻസൈഡർ പറയുന്ന തരത്തിൽ കുറേ റിഫോംസ് ഇവിടെ വരുന്നു. ആ റിഫോംസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാം ആഗോളവൽക്കരിക്കപ്പെടുമ്പോൾ ഒരു കൊറോണ വൈറസ് വരികയാണെങ്കിലും അത് പെട്ടെന്ന് ആഗോളവൽക്കരിക്കപ്പെടും. അതായത് ഇപ്പോൾ 94 അവിടെ ബിബോണിക് പ്ലേഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ അത്ര പെട്ടെന്ന് ആഗോളവൽക്കരിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ 2019 എത്തുമ്പോഴത്തേക്ക് ചൈനയിൽ കണ്ടെത്തിയ ഒരു കൊറോണ വൈറസിനെ പെട്ടെന്ന് നമുക്ക് ആഗോളവൽക്കരിക്കാൻ പറ്റി. അതൊരു ലോകമഹാമാരിയായിട്ടൊരു പാൻഡമിക്കായിട്ട് മാറി. അതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മിച്ചിഗനിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ, ഒരു എന്താണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നു, സ്വന്തം നിലയിൽ കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ വിക്കിലീക്സിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ മെയ് മിഡിലാകുമ്പോൾ, അതായത് 5 ലക്ഷം പേർ രോഗികളായി മാറുമെന്നും 3000 പേർ ദിനംപ്രതി മരിക്കുമെന്നും, അത് ഒടുവിലാകുമ്പോൾ 10 ലക്ഷം പേർ ദിനംപ്രതി രോഗികളാകുമെന്നും 4500 പേർ മരിക്കുമെന്നും മിച്ചിഗണിലിരിക്കുന്ന ശ്രീമതി മുഖർജി പറയണമെന്നുണ്ടെങ്കിൽ സംബഡി ഷുഡ് ബി ദെയർ ടു പ്രൊവൈഡ് ഹർ ഡാറ്റ. അല്ലാതെ വെറുതെ ഇരുന്നോട്ട് പറയാൻ പറ്റില്ലേ. അവർ ഇന്ത്യയിലല്ല ജീവിക്കുന്നത്, അവർ മിച്ചിഗണിലാണ് ജീവിക്കുന്നത്. അവർക്ക് ആധുനിക സംവിധാനങ്ങളുടെ ഒരു അനുഗ്രഹത്തോടു കൂടി പല കാര്യങ്ങളും കളക്ട് ചെയ്യാനും പല നിഗമനങ്ങളിലെത്താനും പല പ്രൊജക്ഷൻസ് നടത്താനും പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൃത്യമായിട്ടും ഉണ്ട്. അങ്ങനെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് യുവർ ടാർഗറ്റ്. അതായത് മുതലാളിമാർക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ഒടുവിൽ വാക്സിൻ ബിസിനസ്സാണ് വരുന്നത്. അതിനു മുമ്പ് ടെസ്റ്റിൻ്റെ ബിസിനസ്സായിരുന്നു. പിന്നെ ഈ മുഖംമൂടിയുടെ ബിസിനസ്സുണ്ട്. പിന്നെ മറ്റു പല ഉപകരണങ്ങളുടെയും വെന്റിലേറ്റർ തുടങ്ങി മറ്റു പല ഉപകരണങ്ങളുടെയും ബിസിനസ് ഉണ്ടായിരുന്നു. ആ തരത്തിലൊരു കോവിഡ് കമ്പോളം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രോഗികളുടെ വർധനവുണ്ടാകണം. ആ രോഗികളുടെ വർധനവിന് ഓരോ രാജ്യത്തെയും ഈ USAIDയുടെ ഏജൻറ്റന്മാർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏജൻറ്റാണ്, ഒരു പാർട്ടി ഇൻസൈഡർ ബിക്കംസ് ആൻ ഏജൻറ്റ് ഹൂ ഫീഡ്സ് US. അതാണ് അതിൻ്റെ പച്ചയായ തെളിവാണ്, സാക്ഷ്യമാണ് ഇപ്പോഴും വിക്കിലീക്സിൽ കിടക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു അടയാളം. എന്താണ് ഉൾപാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്
അത് അതിൻ്റെ മാനിപ്പുലേഷൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോവുകയില്ല. അങ്ങോട്ട് പുറത്തോട്ട് പറയുന്നു എന്ന് പറയുന്ന, പുറമേയുള്ള ആൾക്കാർക്ക് ഫീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ പെരുപ്പിച്ചു കൊണ്ട് വരുന്നത്, അത് എവിടം വരെ എത്തിക്കാൻ കഴിയും, അതിനൊരു ടാർഗറ്റ് അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മർ മുഖർജി അവിടെ ഇരുന്നു കൊണ്ട് തയ്യാറാക്കി പറയുകയാണ്. ആ ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അത്രയും വാക്സിൻ ആവശ്യമായിട്ട് വരും. വാക്സിൻ ആവശ്യമായിട്ട് വരുമ്പോൾ ഇന്ത്യൻ വാക്സിനെ കൂടാതെ ചില പുറത്തുനിന്ന് കൂടി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ പറഞ്ഞില്ലേ, വാക്സിൻ എടുത്തതിന് ശേഷമുള്ള റിപ്പർക്കഷൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൂടാതെ അതിനോട് സമാന്തരമായിട്ട് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടായി വരും. അപ്പോൾ ഈ തരത്തിൽ നമ്മളിപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ സ്വകാര്യത എന്തോ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിൻ്റെ പേരിലാണ് കംപ്ലയിൻ്റ് ഉണ്ടായത്. ഇത് സ്വകാര്യതയൊന്നുമല്ല പ്രശ്നം. അതായത് ഇവിടെ എങ്ങനെയാണ് രോഗവ്യാപന ഭീതി പടർത്തുന്നതെന്നും കൊറോണ ഒരു വലിയ പ്രശ്നമായിട്ട് ഓരോ രാജ്യത്തും ഡെവലപ്പ് ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ അത് ഏത് ലെവൽ വരെ കൊണ്ടുപോകാൻ കഴിയുമെന്നും ഉള്ളതിനെ പറ്റിയുള്ളൊരു അന്വേഷണം അവിടെ ഈ പറഞ്ഞ പോലെ CDCയും WHO USAIDയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനാവശ്യമായി വേണ്ടുന്ന വസ്തുവിവരങ്ങൾ ഇവിടെ നിന്ന് ശേഖരിച്ച് ബ്രഹ്മർ മുഖർജിയെ അറിയിക്കുന്നതിലും മുഖർജി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊജക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ദിസ് ഈസ് യുവർ ടാർഗറ്റ് എന്ന് ഇന്ത്യക്കാരോട് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്നതിനും നമുക്കിവിടെ ഒരു ഡോക്ടർ അഷീലും ഇവിടുത്തെ IMAക്കാരും തയ്യാറായി നിൽപ്പുണ്ട്. ഇതാണ് വസ്തുത. അപ്പോൾ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് പാർട്ടിക്കുള്ളിലിരിക്കുന്ന ഒരാൾ, പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ, US എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു ശത്രുവാണ് എന്നാണ് നമ്മുടെ ഇതുവരെയൊക്കെ ഉള്ള ഒരു നിഗമനം. അതല്ല, ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ US എന്ന് മാറ്റിയാലും അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബൈഡൻ എന്ന് മാറ്റിയാലോ ട്രംപ് എന്ന് മാറ്റിയാലോ ഒന്നും നമുക്കതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ചോർത്തിക്കൊടുത്ത് അവർ ഡിക്റ്റേറ്റ് ചെയ്യുകയും അവരുടെ ഡിക്റ്റേഷൻ അനുസരിച്ച് നമ്മളിവിടെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഇതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് 1994 സൂററ്റിലെ ഡോക്ടർമാർ എടുത്തൊരു നിലപാട്. അവർ WHO കമ്മിറ്റി വന്നിട്ടും ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഈ ബാക്ടീരിയ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ് കനോട്ട് ബി കൺഫേംഡ്, ഇത് കൺഫേം ചെയ്യാൻ പറ്റില്ല, ഈ രോഗം സ്ഥിരീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങളും പറഞ്ഞത് അതാണ്, ഞങ്ങൾ ഇത് ന്യൂമോണിയ ആണെന്ന് പറഞ്ഞു. ന്യൂമോണിയ ചിലപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ട് വരും, കുറച്ച് കൂടുതൽ ആളുകൾക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നതിൽ കവിഞ്ഞൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു CDCക്കാരെ കൂടെ കൊണ്ടുവരരുതെന്ന് WHO പറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് CDCയും WHO കൂടി എന്തു പറയുന്നോ കാലാകാലങ്ങളിൽ അവരവരുടെ നിലപാടുകൾ മാറ്റുന്നതനുസരിച്ച് നമ്മളും നമ്മുടെ നിലപാടുകൾ മാറ്റുകയും എന്നാൽ അവർക്ക് ലാഭകരമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നതിന് ചില നിലപാടുകൾ മാറ്റാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്നത് ഈ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് നടത്തി നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ രോഗം കൺഫേം ചെയ്യാമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഞാൻ മോഹനം വൈദ്യനോട് ചോദിക്കുകയാണ്. മോഹനം വൈദ്യൻ അതിനെന്ത് ഉത്തരം പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് വേറൊരാൾ പരിചയമുണ്ട്. പരിചയം വെച്ചിട്ട് നേരിട്ട് 1-2 തവണ കണ്ടിട്ടുണ്ട്. അത് പണ്ട് കാലത്ത് ഇങ്ങനെ പാർട്ടി ബന്ധമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനൊരു നേതാവായിട്ട് നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം അതിന് ചികിത്സയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കൊറോണ ഇൻഫെക്ഷൻ വേണമെങ്കിൽ മേയോ ക്ലിനിക്കിൽ വരെ പോയി ചികിത്സിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, അദ്ദേഹം ഈ അവസാനം നടത്തി താരനിശ്ചയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഒരു ടെസ്റ്റ് നടത്തി അദ്ദേഹം പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ ഈ ടെസ്റ്റ് ഇപ്പോൾ 100 പേരിൽ നിങ്ങൾ ടെസ്റ്റ് നടത്തി 10 പേർക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ, ഈ 10 പേര് പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ 10% പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റിവിറ്റി റേറ്റ് കണക്കാക്കുന്നതിൽ
ഇതാണ് ഇന്ന്. അപ്പോൾ ഈ പോസിറ്റിവിറ്റി റേറ്റാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നതിന് ആധാരമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത്രയും ഞാനും നിങ്ങളും എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം തന്നെ എടുക്കുക. പിണറായി വിജയൻ പോസിറ്റീവായി, താരനിശ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പോസിറ്റീവായി അദ്ദേഹം ആശുപത്രി കടന്നു. ആശുപത്രി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഞാൻ ഇവിടുത്തെ ഈ പറഞ്ഞ സുരക്ഷാ മിഷൻ്റെ ഉത്തരവാദിത്വമുള്ള ആൾക്കാരോട് എല്ലാ ദിവസവും ഈ ചാനലിൽ കയറിയിരുന്ന് പോസിറ്റിവിറ്റി റേറ്റിനെ പറ്റി ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് രോഗം സ്ഥിരീകരിക്കാം എന്ന് പറയുന്ന ചാനൽ വിദഗ്ധന്മാരോ ഒരാളോട് ഞാൻ ചോദിക്കാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ പിണറായി വിജയൻ പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ പിണറായി വിജയൻ നിങ്ങൾ രോഗം സ്ഥിരീകരിച്ചു എന്ന് പിണറായി വിജയൻ പറയുമോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിണറായി വിജയന് പറയാൻ കഴിയില്ല രോഗം സ്ഥിരീകരിച്ചു എന്ന്. ദാറ്റ് മീൻസ് അവിടെ ഈ കൊറോണ വൈറസ് പോസിറ്റീവായിട്ട് കണ്ടെത്തി എന്ന് പറയുന്നുവെങ്കിലും ഇറ്റ് വാസ് നോട്ട് കൺഫേംഡ്, രോഗം സ്ഥിരീകരിക്കപ്പെട്ടില്ല. അപ്പോൾ വിജയൻ്റെ കാര്യത്തിലാകുമ്പോൾ പോസിറ്റീവ് ആയാലും കൺഫേം ചെയ്യപ്പെടേണ്ടാത്തതാണ്, രോഗം സ്ഥിരീകരിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതേ പിണറായി വിജയൻ വൈകുന്നേരം വന്നിരുന്നുകൊണ്ട് ഇത്ര പേർക്ക് പോസിറ്റീവായതുകൊണ്ട് അത്രയും പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണെന്ന് ഇയാൾ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണം. എന്താണ് അതിൻ്റെ കാരണം? അതായത് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് താങ്കളോട് ചോദിക്കുന്നത്. എല്ലാ ബഹുമാനങ്ങളോടും കൂടി ചോദിക്കുകയാണ്. താങ്കൾക്ക് പോസിറ്റീവ് ആയതിനു ശേഷം രോഗം സ്ഥിരീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് താങ്കളുടെ കയ്യിലുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് താങ്കളുടെ കയ്യിലില്ല, താങ്കൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ പോസിറ്റീവ് ആകുന്ന എല്ലാവർക്കും രോഗം സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പിണറായി വിജയനും രോഗം സ്ഥിരീകരിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏഴകളായ സാധാരണക്കാർ അവർ അസിംറ്റമാറ്റിക് ആയിരിക്കുമ്പോഴും അവർ രോഗം ഒളിച്ചു വെച്ച് നടക്കുന്നവരാണ്. അത് എപ്പോൾ പുറത്തു വരുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കുന്നത് പോലെ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് അവരുടെ മേൽ ടെസ്റ്റ് നടത്തി അവർ പോസിറ്റീവ് ആണെന്ന്, ഇറ്റ്സ് എ ബോഗസ് ടെസ്റ്റ്. ഞാൻ വളരെ തറപ്പിച്ച് പറയണത് ബോഗസ് ടെസ്റ്റ് എന്ന്. അത് ബോഗസ് ടെസ്റ്റ് എന്ന് തറപ്പിച്ച് പറയാനുള്ള കാരണം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഈ വൈറസ് ഉണ്ടല്ലോ, ആ വൈറസിനെ ഇന്ന് വ്യത്യസ്തമായ 40% ജനിതക ഭേദങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ്. ആര് കണ്ടെത്തി? ഈ ജനിതക ഭേദങ്ങൾ എങ്ങനെ ഇരിക്കും, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടൂൾസ് എന്താണ്, അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ലക്ഷണങ്ങൾ എന്താണ്, അതിൻ്റെ ആകാരം എന്താണ്, പ്രകൃതം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഇവിടെ എന്തെങ്കിലും നിഗമനങ്ങളുണ്ടോ? നിങ്ങൾ ഇന്നലെ വരെ സ്പൈക്സ് ഉള്ളൊരു പ്രത്യേകതരം ഈ വൈറസിനെ പറ്റി പറഞ്ഞു. അത് കണ്ടാൽ നിങ്ങൾ സംശയിക്കുന്നു ഇത് വൈറസ് തന്നെയാണെന്ന്. അങ്ങനെ ഒരു സംശയം എന്ന് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞില്ലേ അത് പോസിറ്റീവാണെന്ന് പറയാൻ വേണ്ടിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അതോ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 60% പേർക്ക് ഈ സ്പൈക്സ് ഉള്ള പഴയ വൈറസ് ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ളത് വൈറസ് ഇതിൻ്റെതാണെന്ന്, ഈ കൊറോണയുടെ ആണെന്ന് ആരാ സർട്ടിഫൈ ചെയ്യുന്നത്? ആര് പറയുന്നു ഈ 40%? അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ 28,000 പേർക്ക് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ 28,000-ൻ്റെ 40%വും ഈ പഴയ കൊറോണ വൈറസ് അല്ലെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാതെയും നെഗറ്റീവ് വരും. നെഗറ്റീവ് വന്നാൽ വരുന്ന പോസിറ്റീവ് ഉണ്ടായാൽ പോലും ആ പോസിറ്റീവ് കൊണ്ട് രോഗം സ്ഥിരീകരിക്കാനാവില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എങ്ങനെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് CDC WHO കാലാകാലങ്ങളിൽ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഓഗസ്റ്റ് 24 ഓഗസ്റ്റ് 24 CDC ഒരു കുറിപ്പ് ഇറക്കുന്നു. എന്താണ്? അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആവശ്യമില്ല. രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് ടെസ്റ്റ് ആവശ്യമില്ല. അവർ ഈ രോഗികളുമായി സഹകരിച്ച്
പോയിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിനാവശ്യമില്ല എന്ന് ഓഗസ്റ്റ് മാസത്തിൽ അവർ ഇതിൻ്റേതായ ഒരു ഗൈഡ് ലൈൻ പ്രസിദ്ധീകരിക്കുന്നു. CDC എന്ന് വെച്ചാൽ WHO തന്നെയാണ്. അപ്പോൾ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പ്രസിദ്ധീകരിക്കുമ്പോൾ വലിയ കോലാഹലം ഉണ്ടാകുന്നു. ടെസ്റ്റ് മുതലാളിമാരെല്ലാവരും കൂടെ കോലാഹലം ഉണ്ടാക്കുന്നു. ടെസ്റ്റ് വിറ്റഴിക്കണ്ടേ? അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് വ്യാപകമായിട്ട് ടെസ്റ്റ് എങ്ങനെ വിറ്റഴിക്കും? സിംറ്റം ഉണ്ടായിട്ട് എനിക്ക് ഇന്ന രോഗം ഉണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ വളരെ റയറായിട്ട് വളരെ കുറച്ച് ആളുകളല്ലേ വരൂ. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ടെസ്റ്റ് വിറ്റഴിക്കണമെങ്കിൽ അതുകൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് അവിടെ കോലാഹലമായി. 1 മാസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബറിൽ അവരത് തിരുത്തു കൊടുത്തു. CDC തിരുത്തു കൊടുത്തു, WHO തിരുത്തു കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ICMR ഇതിനേക്കാളും തിരുത്താൻ വിദഗ്ധരാണ്. അതായത് തിരുത്തൽ മാത്രമേ ഉള്ളൂ, എല്ലാം തിരുത്തൽവാദികളാണ്. അപ്പോൾ അവർ കൊടുക്കുക. കാരണം വെച്ചാൽ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണ്ടേ, എന്തിനെപ്പറ്റിയെങ്കിലും വ്യക്തമായൊരു ബോധം. അതാണ് പറഞ്ഞത് 94 സൂററ്റിലെ ഡോക്ടർമാരോട് നമുക്ക് ബഹുമാനം തോന്നുന്ന ഇതാണ്. ഞങ്ങൾക്ക് വ്യക്തതയില്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങൾ കൺക്ലൂഷനിൽ എത്തുകയില്ല എന്നവർ പറഞ്ഞു. ഇവിടെ അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആകുമ്പോഴേക്ക് 1 മാസത്തിനുള്ളിൽ ഈ മുതലാളിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CDC ഒരു കറക്ഷൻ കൊടുക്കുന്നു. അത് അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവർക്കും ആകാം എങ്ങനെയെങ്കിൽ, അതായത് ഇത് ഒരു കോവിഡ് രോഗിയെന്ന് സർട്ടിഫൈ ചെയ്തവരുമായിട്ട് ഇവർ വളരെ അടുത്ത് പഴകിയിട്ടുണ്ട് എങ്കിൽ, അതിലെടുത്ത് പറയുന്നതാണ്. അങ്ങനെ സർട്ടിഫൈ ചെയ്യപ്പെട്ടവർ, കോവിഡ് രോഗിയെന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ടവരുമായിട്ട്, അവിടെയും പറയുന്നുണ്ട് സർട്ടിഫൈ ചെയ്യപ്പെട്ടവരുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആകാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ 2021 മാർച്ച് 17 വീണ്ടും WHO ഒരു ഗൈഡ് ലൈൻ വരുന്നു. അതിൽ ആദ്യത്തെ ഖണ്ഡിക അങ്ങനെ പ്രത്യേക ജനറൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ വർഷമാണ്, മാർച്ച് 17 അതിൽ പറഞ്ഞിരിക്കുന്നത് അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവർക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊടുക്കണമെന്നില്ല, കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവർക്ക് എന്താ കൊടുക്കേണ്ടത്? അവർക്ക് കൊടുക്കേണ്ടത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേദ പരിശോധനയല്ല, നമ്മുടെ ഈ വായിൽ ഒന്നും എടുത്ത് പരിശോധിക്കുന്നതല്ല സ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരാൾ ആ തരത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന ആളാണോ അല്ലയോ എന്ന് പരിശോധിച്ച് രോഗിയുടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അസിംറ്റമാറ്റിക് ആണെങ്കിൽ പോലും അങ്ങേർക്ക് വേറെ, അത് പറഞ്ഞില്ല, ഇപ്പോൾ ഇതിൻ്റെ വോളണ്ടിയേഴ്സിന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതായത് ആളിൽ എങ്ങനെ വേർതിരിച്ചു, ഇപ്പോൾ ഈ എങ്ങനെയാണ് ഈ ഡിസീസ് ഉള്ളവരെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഒരു ശ്രമമെന്നുള്ള രീതിയിൽ ഒരു സ്ക്രീനിങ് പ്രോസസ്സാവാം. പക്ഷേ അവരുടെ ടെസ്റ്റ് വേണ്ട എന്ന് ഈ മാർച്ച് 17 വീണ്ടും ഒരറിയിപ്പ് വരികയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് ICMR ആണ് പരമാവധി ടെസ്റ്റ് നടക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ആൻറ്റിസിപ്പേറ്ററി ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ കരുതലുള്ളവരാണ്. കേരള ഗവൺമെൻറ് എന്തുമാത്രം കരുതലുള്ളവരായിരുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ കരുതലുള്ളവരായിരുന്നുകൊണ്ട് ഇപ്പോൾ ദിവസം 30,000 ആൾക്കാർക്ക് മാത്രമേ നമ്മൾ രോഗം സ്ഥിരീകരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ആയതുകൊണ്ടാണ് ഇത്രയധികം രോഗികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്ന് വീരവാദം മുഴക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കരുത്. ഇത് ശരിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പ്രാഥമികമായിട്ട് വൈദ്യശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള തത്വങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. അത് വലിയ തെറ്റായ ഒരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കരുതലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് വരുന്നതാണ്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ICMR ഏറ്റവും ഒടുവിൽ ICMRന് എന്ത് പറയണമെന്നറിയാമോ? ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ TV റിപ്പോർട്ട് കാണുന്നു, അതായത് സിംറ്റമാറ്റിക് അല്ലാത്തവർക്ക് ടെസ്റ്റ് വേണ്ട എന്ന് ICMR പറഞ്ഞു എന്ന്. അത് പറയുന്നതിനോടൊപ്പം തന്നെ അത് വിഴുങ്ങുകയും ചെയ്തോ എന്നുള്ളൊരു സംശയം ഉണ്ടാകത്തക്ക തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരീകരണം നടത്തുമ്പോൾ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് എനിക്ക് വളരെ താണു വീണൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു 25 വയസ്സുള്ള ഒരു ഹെൽത്ത് കെയർ വർക്കർ മരണമടഞ്ഞു.
ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ക്രൈം ചെയ്യാൻ നിങ്ങളെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ഒരു മാധ്യമത്തെയും അധികാരപ്പെടുത്തിയിട്ടില്ല. ഇറ്റ്സ് എ കോവിഡ് ഡെത്ത്. ഇതൊരു കോവിഡ് മരണമാണ് എന്ന് അസെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിപ്പോർട്ടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. സംഭവം എന്താണ്? കുട്ടിക്ക് റീനൽ ഡിസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റീനൽ ഡിസീസിനെ കുറിച്ച് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു ഡോക്ടറും ഒരു ഇൻഫെക്റ്റഡ് ഏരിയയിൽ പോയി സേവനം ചെയ്യണമെന്ന് ആ കുട്ടിയോട് പറയില്ല. ഉറപ്പുള്ള കാര്യമാണ്, ഒരിക്കലും പറയില്ല. അതായത് റീനൽ ഡിസീസുള്ള ഒരാൾ ഒരു ഇൻഫെക്റ്റഡ് ഏരിയയിൽ അല്ലെങ്കിൽ ആശുപത്രികൾ കുറിച്ച് നടന്ന് ഇവരുടെ സ്വേദം കളക്ട് ചെയ്ത് അത് ലാബിൽ കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ എന്ന നിലയിൽ അത് പരിശോധിക്കണമെന്ന്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്ന പകർച്ചവ്യാധിയാണ്. അപ്പോൾ ആ പകർച്ചവ്യാധി ഉള്ള ഒരു ഏരിയയിലേക്ക് ഈ രോഗത്തിന് ഈ രോഗശ്രദ്ധയ്ക്ക് അവരെ നിയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അവരുടെ ജോലിയും കഴിഞ്ഞതിനപ്പുറം അവർ ഈ ഒരു ഹെൽത്ത് കെയർ വർക്കർ എന്നുള്ള രീതിയിൽ അവർ സേവനത്തിന് വിളിച്ച പിണറായി വിജയൻ സർക്കാർ പിന്നെ എന്താണ് ചെയ്തത്? അവർക്ക് 2 ഡോസ് വാക്സിൻ കൂടെ നൽകി. അതായത് ഈ ഹെൽത്ത് കെയർ വർക്ക് മുഴുവൻ അവർ നടത്തിയിട്ടും അവർ പറഞ്ഞില്ലേ, അവരുടെ ഈ റീനൽ ഡിസീസ് വെച്ചുകൊണ്ട് അവർ സർവൈവ് ചെയ്തു. പിന്നെ 2 ഡോസ് വാക്സിൻ കൊടുത്തു. ഈ 2 ഡോസ് വാക്സിൻ കൂടി എടുക്കുമ്പോൾ ഇത് ഇവരുടെ സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇവരുടെ റീനൽ ഫങ്ഷനെ എങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ കൊറോണ വൈറസ് അവരെ ബാധിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വിജയനും പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ പോസിറ്റിവിറ്റി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അവരെ ബാധിച്ചെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് റീനൽ ഡിസീസ് ഉണ്ടായിരുന്നു. ആ റീനൽ ഡിസീസിന് അത് ഈ മൂർച്ഛിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയാലിസിസ് ആ ഒരു ട്രാക്കിലാണ് നമ്മുടെ ഇത് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഈ ചികിത്സാക്രമങ്ങളുണ്ട്. ഇവിടെ സംഭവിക്കുന്നതാണ്, അവർ റീനൽ ഡിസീസ് ഉള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പല ഈ സിംറ്റംസും ഈ പലതിനോട് സാമ്യമുള്ളതായിരിക്കും. അവരെ ഉടനെ തന്നെ കോവിഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഐസൊലേഷനിൽ കൊണ്ട് കിടത്തി. അവർ മരിച്ചു. ഇത് ഒരു മർഡറാണോ, ഒരു സ്വാഭാവിക മരണമാണോ, രോഗം കൊണ്ടുള്ള മരണമാണോ എന്ന് നമ്മൾ സാമാന്യമായിട്ട് ചിന്തിക്കണം. അതെന്തോ ആകട്ടെ, അറിവില്ലായ്മ കൊണ്ടും വിവരശൂന്യത കൊണ്ടും ഈ പറയുന്നുള്ളൊരു ആക്രാന്തം കൊണ്ട് നമ്മളൊക്കെ അങ്ങ് മരിക്കാൻ പോവുകയാണ്, ഇവിടെ എന്തോ വലിയ രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വലിയൊരു പ്രചാരണ സന്നാഹം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു വിക്ടിം ഉണ്ടായി വരികയാണ്. ഇത് ശരിയാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. എന്നിട്ട് അതൊരു കോവിഡ് ഡെത്തായിട്ട് ചിത്രീകരിക്കുക. നിങ്ങൾ ഏത് പോയിന്റിലാണ് ഇതൊരു കോവിഡ് ഡെത്ത് എന്ന് പറയുന്നത്? എവിടെ വെച്ചാണ് നിങ്ങളിതിന് കോവിഡ് ഡെത്ത് എന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കുന്നത്? WHO പറഞ്ഞ ഓട്ട ന്യായം, കോവിഡ് ഡെത്തിനെ കണക്ക് കൂട്ടാൻ പറഞ്ഞ ഓട്ട ന്യായം ലോകത്ത് സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. സ്ഥിരബുദ്ധിയുള്ള ആരും അംഗീകരിക്കാത്ത വിചിത്രമായ ന്യായങ്ങളാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരീകരിക്കേണ്ടത്? ഇപ്പോൾ SARS-CoV-2 എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കോസ് മേ ബി ദാറ്റ് ഓഫ് കൊറോണ 2 ഓർ കൊറോണ 1 ഓർ കൊറോണ 3 ഓർ കൊറോണ 4. അതാണ് SARS-CoV-2 എന്ന് പറയുന്നത്. അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനവിഭാഗങ്ങൾ അതിൻ്റെ യാതന സഹിക്കുന്നവരായിട്ടുണ്ട്. റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ളവരുണ്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരല്ലെങ്കിൽ തന്നെയും ഇവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു പനി വന്നു, ജലദോഷം വന്നു എന്നുള്ളതല്ല. അക്യൂട്ട് സിവിയർ റെസ്പിറേറ്ററി സിൻഡ്രോം, ആ ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻസ് ആൻഡ് സിംറ്റംസ്. അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ സിവിയർ അക്യൂട്ട് ഒരു സിൻഡ്രോമിൻ്റെ ലെവലിലേക്ക് ആളുകളെ തള്ളിവിടാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ പൾമണോളജിസ്റ്റുകൾ അതിൻ്റെ ആദ്യഘട്ടം മുതൽ ചികിത്സ ആരംഭിക്കുന്നത്. അതൊരിക്കലും ന്യൂമോണിക് ആകാതിരിക്കാൻ വേണ്ടി ആണ് പ്രാഥമിക ഘട്ടം മുതൽ ചികിത്സ ആരംഭിക്കുന്നത്.
അപ്പോൾ സിവിയർ അക്യൂട്ട് ഈ റെസ്പിറേറ്ററി സിൻഡ്രോം ഉള്ളവരുടെ ആ പ്രത്യേക രോഗലക്ഷണങ്ങൾക്ക് കാരണമെന്ത് എന്നുള്ളതിൻ്റെ കണ്ടെത്തലിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗകാരണം കണ്ടുപിടിച്ച് രോഗം സ്ഥിരീകരിക്കുന്നത്. അതിനാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പിണറായി വിജയ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, രോഗം സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു രോഗമുണ്ടായി അത് അക്യൂട്ട് ആൻഡ് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, അത് ഈ വൈറസ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കലാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയഗ്നോസിസ് ഇല്ലാതെ നിങ്ങൾ വൈകുന്നേരമായപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിരുന്നെങ്കിലും വേറെ ആരെങ്കിലും പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 40% എന്ന് പറഞ്ഞാൽ അവർ കണ്ട വൈറസ് ഏത് വൈറസിനെയാണ്? ഉറപ്പുണ്ടോ അത് കൊറോണ വൈറസാണെന്ന്? മറ്റൊരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം. പഴയ വൈറസിന് 60% പേര് കണ്ടെന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം. അതും ബോഗസ് ടെസ്റ്റാണ് എങ്കിൽ പോലും സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ സമ്മതിച്ചു കൊടുത്താലും ആ പോസിറ്റിവിറ്റിയുടെ പേരിൽ അവർ രോഗബാധിതരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. അതായത് നിങ്ങൾക്ക് ശ്വാസകോശ രോഗം ഉണ്ടാകുകയാണെങ്കിൽ, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ കൊറോണ വൈറസ് ബാധിച്ചത് കൊണ്ടാണ് എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ഡയഗ്നോസിസ് നടത്താത്തിടത്തോളം കാലം നിങ്ങളൊരു കോവിഡ് കേസായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഇത് കോവിഡ് ഡെത്തെന്ന് വിളിക്കാനും പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അത് ഏത് വൈദ്യശാസ്ത്രം അനുസരിച്ചും അതാണ് ഈ പറഞ്ഞില്ലേ സാർസ് എന്ന് പറയുന്നത്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സിൻഡ്രോം. സൈൻസ് ആൻഡ് സിംറ്റംസ്, സൈൻസും സിംറ്റംസും ഉണ്ടാകുമ്പോൾ, ഒരു സിൻഡ്രോം ഉണ്ടാകുമ്പോൾ, ആൻഡ് വാട്ട് മേ ബി ദി കോസ് ബിഹൈൻഡ് ഇറ്റ്, അത് കണ്ടെത്തുന്നതിനാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇവിടെ ഒരു രോഗലക്ഷണവും ഇല്ലാത്ത ആളിനെ നിങ്ങളൊരു പോസിറ്റീവായിട്ടൊരു ടെസ്റ്റ് നടത്തിയിട്ട് പോസിറ്റീവ് എന്ന് കണ്ടിട്ട് നിങ്ങൾ രോഗം സ്ഥിരീകരിക്കണം. നിങ്ങൾ പോസിറ്റീവ് ആയാലും നിങ്ങളുടെ ഉള്ളിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഇൻഫെക്ഷൻ നിങ്ങളുടെ സിസ്റ്റത്തെ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ആൾറെഡി വീക്കൻഡ് ആയിട്ടുള്ള ഇപ്പം തന്നെ നിങ്ങൾ ഒരു ശ്വാസകോശ രോഗിയായിരിക്കും. ആ ശ്വാസകോശ രോഗിയായിരിക്കും നിങ്ങളുടെ ഈ ശ്വാസകോശ രോഗത്തെ മൂർച്ഛിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിപ്പിക്കുക മാത്രമേ. അതായത് നിങ്ങളിപ്പോൾ ഒരു ശ്വാസകോശ രോഗിയാണെന്നിരിക്കട്ടെ, ഇപ്പോൾ COPDയും ഈ ആസ്മയൊക്കെ ഉള്ള ധാരാളം പേര് ചികിത്സിക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ജലദോഷവും പനിയും ചില അസുഖങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് ഡോക്ടർ നിങ്ങളെ പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ബാലകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? യു ടേക്ക് ആൻ എക്സ്ട്രാ ഫിലിം ഓഫ് ലങ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കും. ലങ്സിന് വല്ല ഇൻഫെക്ഷനും ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ പനിയും ജലദോഷവും വന്നത് ലങ്ങിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണോ, പുറം വേദന വന്നത് ലങ്ങിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ലങ്ങിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉള്ള ഡിസീസിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതാണ് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഡോക്ടർക്ക് ഒരു സാമാന്യമായ ധാരണ ഉണ്ടാകും. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഈ തരം സിംറ്റംസ്, ഇത് മറ്റതിൻ്റെ പൊതുവായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്ന സ്ഥിതിക്ക് അത് വർദ്ധിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ, അത് ന്യൂമോണിക്കായിട്ട് മാറുമോ? അപ്പോൾ ന്യൂമോണിക്കായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ മരുന്നുകൾ കൊടുക്കും. പ്രതിരോധ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു ടെസ്റ്റും കൂടെ നടത്തും. ടെസ്റ്റിൽ ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ പോസിറ്റീവ് ആണെങ്കിൽ, അത് വളരെ അപൂർവമാണ് ജെനുവിൻ പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും നിങ്ങൾ 5-10 ദിവസം ഈ പറഞ്ഞില്ലേ ഐസൊലേഷനിലോ ക്വാറന്റൈനിലോ വയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഈ 5-10 ദിവസം കൊണ്ട് നിങ്ങളുടെ അസുഖത്തിൽ, ഈ റെസ്പിറേറ്ററി ആയിട്ടുള്ള ഡിസീസിൽ വലിയ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വൈറസ് നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. വൈറസ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതല്ല, വൈറസ് നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല. വൈറസ് ഫർദർ നിങ്ങൾക്ക് തരുന്ന ഈ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയുടെയോ അതുപോലെ തന്നെയുള്ള ഫർദറായിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റിയുടെ സഹായകമായിട്ടുള്ള മെഡിക്കേഷൻ്റെയും ഭാഗമായിട്ട് ഈ വൈറസ് ബലഹീനമാകുകയും വൈറസിനൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും നിങ്ങൾ വൈറസ് അഫക്റ്റഡ് ആണെങ്കിൽ പോലും, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും വൈറസ് നിങ്ങളുടെ രോഗത്തെ യാതൊരു തരത്തിലും ബാധിക്കാത്തിടത്തോളം കാലം അത് വൈറസ് പോസിറ്റീവാണ് എന്നുള്ളത് കൊണ്ട് വൈറസ് നിങ്ങളുടെ രോഗത്തിന് കാരണമാണ് എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളൊരു കോവിഡ് കേസാണെന്ന് പറയാനും പറ്റില്ല. പക്ഷെ അതിനേക്കാളും വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു ലങ്ങിനെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സർവൈലൻസ് ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ലങ്സിൻ്റെയും ഈ ലങ്സിലോട്ട് പോകുന്ന റെസ്പിറേറ്ററി ട്രാക്കിൻ്റെയും ഒക്കെ അവസ്ഥ എന്താണ് എന്ന് നിഷ്കൃഷ്ടമായ പരിശോധന നടത്തേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് നിഷ്കൃഷ്ടമായി പരിശോധിച്ച് അതൊരു ന്യൂമോണിയയുടെ അവസ്ഥയിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ശ്രമിക്കും. അതിനാണ് രോഗചികിത്സ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇപ്പോൾ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് ഒരു പ്രസ്ഥാനമില്ലാതായി തീരുന്നില്ല. പക്ഷെ ചിലരുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകും. ഒരാൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ നെടുംതൂണായിരുന്ന ഒരാൾ ഇല്ലാതായി പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യത എന്ന് പറയുന്നത് പോലെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ വന്നെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വളരെ വാചാലമായി സംസാരിച്ച് ആളുകളെ ആകർഷിക്കുന്ന ആളൊന്നുമല്ല. ഒരു കുറിയ മനുഷ്യൻ മുറിഞ്ഞ വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രം വിക്കുള്ള ഒരു മനുഷ്യൻ ഒരു വലിയ കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ആളുകൾ ചെവിയോർത്ത് നിൽക്കുന്നതും വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നതും വളരെ സിമ്പിളായിട്ട് സരളമായ ഭാഷയിൽ ജനങ്ങളുമായിട്ട് സംവേദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ എന്തൊക്കെ തകരാറ്, AKG അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റായിരുന്നു പല കാര്യങ്ങളിലും. എത്ര തകരാറുകളുണ്ടായിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള പരസ്പര പ്രതിപക്ഷ ബഹുമാനത്തോടെ ഇപ്പോൾ EMS സുന്ദരയെയും രണ്ട് പക്ഷത്ത് നിൽക്കുമ്പോൾ സുന്ദരയെ ഞാൻ പാർട്ടിയിലൊരു മൈനോറിറ്റിയാണ്, അതുകൊണ്ട് ഞാനിനി ജനറൽ സെക്രട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയാകില്ല എന്ന് പറയുമ്പോഴത്തേക്ക് EMS പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, ആര് സെക്രട്ടറിയാണ്, നിങ്ങൾ ന്യൂനപക്ഷ നിങ്ങളുടെ അഭിപ്രായമുള്ള ഒരാളായിരിക്കാം, ന്യൂനപക്ഷ ഐഡിയോളജിക്കലായിട്ട് ന്യൂനപക്ഷ വിഭാഗത്ത് നിൽക്കുന്ന ആളായിരിക്കാം, പക്ഷേ നിങ്ങൾ തന്നെയാണ് സെക്രട്ടറി എന്ന് തീരുമാനിക്കേണ്ടത് കമ്മിറ്റിയാണ്, അങ്ങനെ തീരുമാനിക്കും. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും സുന്ദരയുടെ ഈ കസേരയുടെ കാല് മുറിച്ചിട്ട് കയറി ഇരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അന്ന് PV യിലില്ലായിരുന്നു. PV അതല്ലായിരുന്നു പാർട്ടിയുടെ PV എന്ന് പറയുന്നത്. എങ്ങനെയും സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവസാനം വാർദ്ധക്യ കാലമായപ്പോൾ തന്നെക്കൊണ്ട് പഴയതുപോലെ ഈ ചുമട് ചുമക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ വിശ്രമ ജീവിതത്തിനായിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു. അവിടെ വന്നിട്ട് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവസാനത്തെ എഴുത്തിൻ്റെ വരിയുടെ റോയൽറ്റിയും പാർട്ടിക്കുള്ളതാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് പോയൊരു മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചതെങ്ങനെയാണ്? അദ്ദേഹത്തിന് പനി വന്നു, പനി കൂടി, ചുമ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു ഡോക്ടർ വന്ന് നോക്കാറുണ്ട്. അദ്ദേഹം വന്ന് നോക്കിയിട്ട് അടുത്തുള്ള ഡോക്ടറാണ്, മകളെ ഡോക്ടറാണ്, അത് പനിയും ചുമയും അല്ലേ എന്ന് പറഞ്ഞിരുന്നു. അവസാനം അദ്ദേഹത്തെ ചികിത്സിച്ച പൾമണോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കടുത്ത ന്യൂമോണിയ ആയി കഴിഞ്ഞിരുന്നു. അത് വൈറസ് ഇൻഫെക്ഷനൊന്നുമല്ല, ഈ പറഞ്ഞ വൈറസ് ഇൻഫെക്ഷൻ കൊറോണ ഒന്നുമല്ല, ന്യൂമോണിയ ആയി കഴിഞ്ഞിരുന്നു. രക്ഷിക്കാൻ കഴിയാതെ പോയി എന്ന് പറയുന്നത് ആളിൻ്റെ വലിപ്പം കൊണ്ടല്ല, ആൾ വളരെ ചെറിയ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഇല്ലാതായതിൻ്റെ ശൂന്യതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. നമുക്കൊരാൾ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. അദ്ദേഹം എനിക്ക് വിശിഷ്ട ചികിത്സ വേണമെന്ന് പറഞ്ഞില്ല, ഞാൻ വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്, അപ്പോൾ എനിക്കെന്തെങ്കിലും പദവി വേണമെന്ന് പറഞ്ഞില്ല, എന്നെ പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാക്കണമെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ വീട്ടിലിരുന്ന് എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ന്യൂമോണിയ പിടിച്ചാണ്. അദ്ദേഹത്തിന് കടുത്ത ചുമയും പനിയും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. അത് കടുത്ത ചുമയല്ലേ പനിയല്ലേ അതങ്ങ് പോകും എന്ന് വിചാരിച്ചു. പക്ഷേ അത് ന്യൂമോണിയ ആയിട്ട് മാറി അദ്ദേഹം മരിച്ചു. അപ്പോൾ അവിടെ ഒന്നും കൊറോണ വൈറസ് ഉണ്ടായതുകൊണ്ടല്ല ന്യൂമോണിയ ഉണ്ടാകുന്നത്. ഇതിനെ ആളുകൾ വിളിക്കുന്ന കോവിഡ് ന്യൂമോണിയ എന്നാണ്. ഈ കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന ഈ കോവിഡിനെ വിളിക്കുന്ന കോവിഡ് ന്യൂമോണിയ എന്നുള്ളതാണ്. ന്യൂമോണിയ എന്നുള്ളത് അങ്ങ് ബോധപൂർവ്വം കട്ട് ചെയ്തിട്ട് അത് അമേരിക്കയിൽ മാത്രമേ ഒരു കോവിഡ് ന്യൂമോണിയ എന്ന് പറയൂ. അപ്പോൾ ഈ ന്യൂമോണിക്കായി കഴിഞ്ഞാൽ ഒരാളിനെ ഉടനെ തന്നെ എടുത്ത് നമ്മൾ പറഞ്ഞില്ല മെക്കാനിക്കൽ ട്യൂബുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകും ന്യൂമോണിക് രോഗികൾക്ക്. അവർ കൂട്ടത്തോടെ ഹോസ്പിറ്റലിലോട്ട് വരികയാണെങ്കിൽ അതിനേക്കാളും അപകടകരമാണ്.
അവർക്ക് ഓക്സിജന് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, ഇപ്പോൾ റെസ്പിറേറ്ററി ഇഷ്യൂ ആയതുകൊണ്ട് ഒരു ഓക്സിജൻ ആവശ്യമായി വരുന്നൊരു ഘട്ടമുണ്ട്. പക്ഷെ ഒരു പ്രിമച്വർ സ്റ്റേജിൽ കണ്ട ഉടനെ അത്യാവശ്യം വേണ്ടുന്നുള്ള ഈ പറഞ്ഞില്ലേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, ലങ് ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, ആ തരത്തിൽ റെസ്പിറേറ്ററി ട്രബിൾ ഉണ്ടാകാം. അതിനുവേണ്ടിയുള്ള പല ചികിത്സകളും ബാക്കി നിൽക്കെ കണ്ട ഉടനെ തന്നെ ഒരു ഓക്സിജൻ ബോട്ടിലും എടുത്തു വെച്ചിട്ട് വെന്റിലേറ്ററിൽ കയറ്റി കഴിഞ്ഞാൽ വെന്റിലേറ്റർ അക്വേർഡ് ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയയും കൂടെ ഉണ്ട്. അതും കൂടെ വെച്ചിട്ട് ന്യൂമോണിയ വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരുപാട് ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ പലതരത്തിലുള്ള സ്കാനിങ്ങിൻ്റെ പുതിയ പുതിയ ഉപകരണങ്ങളും വലിയ സങ്കേതങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സ്റേ ഫിലിമിനേക്കാളും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടിടത്തും വേണ്ടുന്നിടത്തുമൊക്കെ പ്രയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞില്ലേ, നമ്മളിതൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് വരുന്നവൻ്റെയൊക്കെ തലയ്ക്ക് ഇത് പ്രയോഗിക്കാമെന്നുള്ള രീതിയിൽ ഈ ഓക്സിജൻ ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ സമയത്ത് കൊടുത്താൽ മതി. ഓക്സിജൻ ഷുഡ് നോട്ട് ബി വേസ്റ്റഡ്. ഓക്സിജൻ ആവശ്യമായിട്ടുള്ള രോഗിക്ക് നിങ്ങൾ ഓക്സിജൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഈ റെസ്പിറേറ്ററി ഇഷ്യൂസുമായിട്ട് വരുന്നവരെ അങ്ങനെ ഓക്സിജൻ കൊടുത്ത് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനാകില്ല. അത് അറ്റ കൈക്ക് അവസാനം വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് കൊടുക്കാമെന്നുള്ളതല്ലാതെ ഈ റെസ്പിറേറ്ററി സിൻഡ്രോം, അക്യൂട്ട് സിവിയർ റെസ്പിറേറ്ററി സിൻഡ്രോമിൻ്റെ ഒരു പർട്ടിക്കുലർ അവസ്ഥയിൽ ഇനി രക്ഷ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഒരാൾ വെന്റിലേറ്ററിൽ കയറ്റി ഓക്സിജൻ കൊടുക്കുന്നത്. അതിന് മുമ്പ് കൊടുക്കേണ്ടുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കണം. എളുപ്പ വഴി അതല്ല. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ICU, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെന്റിലേറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ CDC എന്തു പറയുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും നീക്കങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ വാശിക്ക്, ഇത് ആരോടുള്ള വാശിക്കാണ് ഇത് പറയുന്നത്, ഇങ്ങനെ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുന്നില്ല. രോഗം സ്ഥിരീകരിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ബിബോണിക് പ്ലേഗ് വന്ന് ആളുകൾ 53 പേര് മരിച്ചപ്പോഴും അവർ പറഞ്ഞു ഇത് അസർട്ടൈൻ ചെയ്യാൻ അതിനുവേണ്ടി നമ്മൾ ഈ അന്വേഷിക്കുന്ന ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയ നമ്മൾ കണ്ടെത്തിയിട്ടില്ല, അത് ഞങ്ങൾ കൺഫേം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഡോക്ടർമാർ വന്ന് WHO എന്ന് വന്ന് പിന്നീട് ഒരു കമ്മിറ്റി വന്നു, അവരൊക്കെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് ന്യൂമോണിയാണ്, അല്ലെങ്കിൽ ന്യൂമോണിക് പ്ലേഗാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഇത് ഒരു നിലപാടാണ്, ഒരു രാജ്യത്തിൻ്റെ മൗലികമായ നിലപാടാണ്. നമ്മൾ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരിക. കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ്? കേരളത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, അധിക മരണസംഖ്യാ കണക്ക് നമ്മളെടുക്കുമ്പോൾ എക്സസ് ഡെത്ത് റേറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും നമ്മുടെ സുരക്ഷാ മിഷൻ്റെ ആൾക്കാർ. എക്സസ് ഡെത്ത് റേറ്റ് എടുക്കുമ്പോൾ ലോകത്ത് വളരെ അപൂർവമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ മാത്രമേ, അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ആ എക്സസ് ഡെത്ത് റേറ്റ് ഉണ്ടാകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മോർബിഡിറ്റിയിൽ ഈ പറഞ്ഞില്ലേ ഇതിന് അങ്ങോട്ട് കയറി വലിയൊരു അധിനിവേശം നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുമല്ല, ഈ മോർബിഡിറ്റി ഉള്ള ആൾക്കാരുടെ മേൽ ആശുപത്രികൾ നടത്തുന്ന ഒരു അധിനിവേശമുണ്ട്, അതും കുറവായിരുന്നു. അതുകൊണ്ട് 2019 മരിച്ചതിനേക്കാൾ കുറഞ്ഞ സംഖ്യ ആൾക്കാരെ 2020 മരിച്ചിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് വന്ന് ഒരു വർഷം കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോൾ ഒരാൾ പോലും അധികമായിട്ട് ഈ കൊറോണ പിടിച്ചു മരിച്ചു എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ഈ മരിച്ചവരുടെ സംഖ്യയിൽ കാര്യമായ കുറവുണ്ടാകുകയും, എന്നാലും കോവിഡ് ഡെത്ത് ഉണ്ടാകണമെന്നുള്ള WHO തീസിസ് അനുസരിച്ച് നമ്മൾ മരിച്ചവരുടെ കുറേ പേരെ കോവിഡിൻ്റെ അക്കൗണ്ടിൽ പെടുത്തിയിട്ടും നമ്മുടെ മരണസംഖ്യ കുറഞ്ഞു തന്നെ നിന്നു. അങ്ങനെയുള്ളൊരു കേരളം എന്ന് പറയുമ്പോൾ ആ കേരളത്തെ അവിടെ ഇരുന്നുകൊണ്ട് ബ്രഹ്മർ മുഖർജി അവിടെ ഇത്രത്തോളം രോഗികളുണ്ടാകണമെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഈ പറഞ്ഞില്ലേ, നമ്മളെ റെസ്പിറേറ്ററി ഡിസീസസിൻ്റെ പല ഫോംസും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കരുതലുകളും മുൻകരുതലുകളും നമുക്കുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള രോഗങ്ങളെ കഴിയുന്നത്ര തടഞ്ഞു നിർത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, മുൻപിനാലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും ഈ വൈറസ് വന്നു എന്ന് പറയുന്നുള്ളതല്ലാതെ വൈറസ് ആരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതായിട്ടില്ല. അല്ലെങ്കിലും വൈറസ് ആരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയില്ല. ഇപ്പോൾ പറയുന്നത് ഈ പറഞ്ഞ ക്യാൻസർ പേഷ്യൻസും കിഡ്നി പേഷ്യൻസും ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ രോഗം മൂർച്ഛിക്കാൻ കാരണമായി തീരും എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു കിഡ്നി പേഷ്യൻ്റ് മരിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് മരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴത്തേക്ക്, ആരും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് കീമോ കൊടുത്ത് നോക്കൂ, കൃത്യമായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ന്യൂമോണിക് ആവും. റെസ്പിറേറ്ററി ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് തന്നെ മാറും. അതിന് വൈറസ് വേണമെന്നില്ല. പലപ്പോഴും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ രോഗി എത്തുമ്പോഴേക്ക് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. റെസ്പിറേറ്ററി ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസ്പിറേഷൻ നിലയ്ക്കുന്ന ഒരു അവസരം ഉണ്ടാകും. റെസ്പിറേഷൻ നിലയ്ക്കുന്ന ഒരു പ്രത്യേക അവസരം ഉണ്ടാകും. അത് നമ്മൾ ഈ മാസ്കിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കത് പറയാൻ നിർബന്ധിതനായി തീർന്നതാണ്. അപ്പോൾ ആ വാശിക്കാണ് ഈ നമ്മുടെ മോഹനം വൈദ്യം പറയുന്നത്. നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിച്ചിരിക്കുന്ന മോഹനം വൈദ്യമല്ല, സങ്കല്പത്തിലുള്ള മോഹനം വൈദ്യം പറയുന്നത്, പൊതുസ്ഥലങ്ങളിലെത്തുമ്പോൾ ഒരു 2 മാസ്കെങ്കിലും ധരിക്കണം. അപ്പോൾ നമ്മൾ 1 മാസ്ക് വീതം ധരിക്കുകയാണെങ്കിൽ മാസ്ക് കച്ചവടക്കാരന് ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടി ലാഭം നമ്മൾ 2 മാസ്ക് ധരിച്ചാൽ കിട്ടും. അത് 3 4 ആക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാലും അത് കച്ചവടക്കാരൻ്റെ താല്പര്യമാണോ, അത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ താല്പര്യമാണോ എന്ന് ചിന്തിക്കാനുള്ള ബാധ്യത ഭരണാധികാരിക്കുള്ളതാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു? ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ ആദ്യം അവർ പറഞ്ഞു സർജിക്കൽ മാസ്കാണ് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു സർജിക്കൽ മാസ്കിൽ തീർച്ചയായിട്ടും ഈ തരത്തിൽ കൂടുതൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ കാർബൺ ഡയോക്സൈഡ് തളം കെട്ടി നിൽക്കാൻ ട്രാപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് ഡോക്ടർമാരൊക്കെ തന്നെ അവർക്ക് ഈ അണുനിരോധനത്തിൻ്റെതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞതിൽ കുറേ കൂടെ ഓക്സിജൻ എന്ന് പറയുന്നത് കുറേ കൂടെ സാധ്യതയുള്ളൊരു ഇതായതുകൊണ്ട് അവർക്കത് കൂടുതൽ നേരം ഉപയോഗിക്കാം. എന്നാൽ അവരുടെ ജോലി കഴിഞ്ഞ ഉടനെ അവർ ആ മാസ്ക് അഴിച്ചു വെച്ചിട്ട് ആണ് പുറത്തേക്ക് പോകുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാസ്ക് അഴിച്ചു വെച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അവർ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും വീട്ടിൽ ചെന്നിരിക്കുമ്പോഴും ഈ സർജിക്കൽ മാസ്കും ധരിച്ചിരിക്കാറില്ല. ഒരു ഡോക്ടറും വീട്ടിൽ സർജിക്കൽ മാസ്കും ധരിച്ചിരിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഈ മാസ്ക് ധരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നമ്മളൊരു ഐസൊലേഷനിലായിരിക്കുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുന്നത്, നമുക്ക് മാസ്ക് ആര് ധരിച്ചാലും മാസ്ക് പ്രാഥമികമായിട്ട് ധരിക്കുന്നത് പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. നമുക്ക് വേറെ ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ വെൻ യു ആർ ഇൻ ഐസൊലേഷൻ, അതായത് അപ്പോൾ ആളുകളെ ഇപ്പോൾ ഐസൊലേഷനിലാക്കുന്നു. ഐസൊലേഷനിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, രണ്ടാമത് ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ധരിക്കുന്നത്? നിങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മാസ്ക് ധരിക്കുന്നത്. നിങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടി മാസ്ക് ധരിക്കുന്ന ആൾക്കാർ ഒരു 1 2 മാസ്ക് ഒന്നിച്ച് ധരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇതിങ്ങനെ കൂട്ടത്തോടെ വന്ന് ഇങ്ങനെ തള്ളിക്കയറി നിങ്ങൾ ആക്രമിക്കാൻ പോവുകയാണോ? അതല്ല, ഒരു പൊതുക്കൂട്ടത്തിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം എന്താ? അത് ഈ WHO ഒക്കെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ അവർ N95 മാസ്ക് എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തുന്നുണ്ട്. അതിലും അവർ പറഞ്ഞു, അതിലും കുറച്ച് കാർബൺ ഡയോക്സൈഡ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഇതിനകത്ത് ഇൻഹലേഷനും എക്സലേഷനും നടക്കുമ്പോൾ ട്രാപ്പ് ചെയ്തു പോകും. അങ്ങനെ ട്രാപ്പ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ രക്തത്തിൽ ഈ ഉള്ളിലേക്ക് പോയി അത് ചെന്ന് ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ചെറിയൊരംശം രക്തത്തിൽ കലർന്നാലും അതിങ്ങനെ നിരന്തരമായി നമ്മൾ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാവുന്നത് നിങ്ങൾക്ക് ഹൈപ്പോക്സിയ ഉൾപ്പെടെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, സാധ്യതയുണ്ട്. ഇതൊരു ശാസ്ത്രീയമായ കാര്യമാണ് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വി ആർ ബോൺ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ അവകാശം പ്രാണവായുവിന്മേലുള്ള അവകാശമാണ്. പ്രാണവായുവിന്മേലുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മൂടിക്കെട്ടിക്കൊണ്ട്, അതായത് മൂക്കും വായും മൂടിക്കെട്ടിക്കൊണ്ട് ശ്വസിക്കാനുള്ള അവകാശമല്ല പ്രാണവായുവിന്മേലുള്ള അവകാശം. പ്രിയപ്പെട്ട പിണറായി വിജയ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വായും മൂക്കും മൂടിക്കെട്ടണമെന്ന് പറയുമ്പോൾ നിങ്ങൾ CDC അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. സുപ്രീം കോടതി എന്ന് കേട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് തന്നെ നമ്പിനാരായണന് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ചില പ്രത്യേക സ്ഥാപനങ്ങളോട് പ്രത്യേക മമതയുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് വീണാൽ പ്രാണവായു നമ്മുടെ സ്വാഭാവികമായ ഓർഗൻസിലൂടെ പുറത്തേക്ക് ഉള്ളിലേക്ക് എടുക്കാനും ഉച്ഛ്വസിക്കുവാനുമുള്ള സ്വാഭാവികമായൊരു അവകാശമുണ്ട്.
അതിപ്പോൾ താൽക്കാലികമായൊരു മഹാമാരി വരുമ്പോൾ നമ്മൾ മൂടിക്കെട്ടണമെന്ന് പറഞ്ഞു സമ്മതിച്ചു. പക്ഷേ എന്നേക്കും അത് മൂടിക്കെട്ടണമെന്നും അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്നും ICMRൻ്റെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം. നമ്മുടെ ഒരവയവമാണ് മാസ്ക് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ജീവിക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്ന് ആരോ പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അനുസരിക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ നമ്മൾ ഈ പറയുന്ന ഒരു കോവിഡ് അഗ്രീഷൻ ഉണ്ടായി എന്ന് പറയുന്നത്, രണ്ടാം തരംഗമുണ്ടായി എന്ന് പറയുന്നത് മാർച്ച് തുടക്കത്തിലാണ്. മാർച്ച് തുടക്കത്തിലെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെ ജാഥ അവസാനിപ്പിക്കുമ്പോഴാണ്. അതായത് ഫെബ്രുവരി 1-ാം തീയതിയാണ് രമേശൻ്റെ ജാഥ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വിജയരാഘവനും ബിനോയ് വിശ്വവും കൂടി അവരുടെ ജാഥ തുടങ്ങുന്നത്. ഇതിനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് മിഡിലാകുമ്പോഴേക്ക് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ രണ്ടാം തരംഗമുണ്ടായി കഴിഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈ മാർച്ച് 2-ാം തീയതി വരെ ഇവിടെ ഈ കൊറോണയ്ക്ക് ബാനോ മറ്റുണ്ടോ, നിരോധനം ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ഫെബ്രുവരി 1-ാം തീയതി കാർഡുകളൊക്കെ കൊണ്ട് ഒരാൾ ഒരു വലിയ ജനതയെ നയിച്ചുകൊണ്ട് പോകുന്നു. ആ ജനത അവരുടെ ഫെബ്രുവരി അവസാനമാകുമ്പോഴത്തേക്ക് അവരുടെ ജാഥ അവസാനിക്കുന്നു. അപ്പോൾ അതിൽ ഒരു പൊതുക്കൂട്ടത്തിൽ നിന്ന്, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ പെണ്ണുങ്ങൾ ഈ അവരുടെ പൊങ്കാല നേദിക്കുന്ന ആ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ആദ്യ ഘട്ടം നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു വൻ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ കാലത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സെക്കൻഡ് വേവ് പതുക്കെ ഈ കോവിഡ് റേറ്റ് ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മാർച്ച് മിഡിലാകുമ്പോഴേക്ക് ഇവിടെ നോമിനേഷനൊക്കെ ആകുന്നേ ഉള്ളൂ. ഇവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടാകുകയും ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാകും തോറും നമ്മുടെ കോവിഡ് റേറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 6-ന് ശേഷം പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടാകും. അതാണിപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലായിരിക്കും എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഏപ്രിൽ 6-ാം തീയതിയാണ്. പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ 28,000 പേര് ദിവസം തോറും രോഗികളായിത്തീരുന്നു. 1,30,000 പേര് ഞങ്ങളെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിന് വേണ്ടി അണിനിരക്കുന്നു. അതിനേക്കാളും കഷ്ടമെന്ന് പറയുന്നത് വാക്സിൻ എന്ന് യാചിച്ചുകൊണ്ട് 40 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർ നിരനിരയായി അങ്ങനെ നിൽക്കുകയും അവർ ഉന്തും തള്ളും നടത്തുകയും അവർ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ, കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ കുറ്റമാണ്. നമുക്ക് വാക്സിനുണ്ട്, വാക്സിൻ വരും. വാക്സിൻ ഇപ്പോൾ 400 രൂപയാണോ അല്ലെങ്കിൽ 700 രൂപയാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് മോദി ഇപ്പോൾ അവസാനം പറഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ട് തരും. 40 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം സൗജന്യമായിട്ട് തരും, മറ്റുള്ളവർ കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അതെല്ലാം മുഴുവൻ പേർക്ക് സൗജന്യമായിട്ട് കൊടുത്താലും ഇല്ലെങ്കിലും അതൊരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇന്നലത്തെ മനോരമ പത്രത്തിൽ വന്നത്, ഇപ്പോൾ ഒരു RT-PCR ടെസ്റ്റിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് 1,700 രൂപ കൈപ്പറ്റിയിട്ടാണ് ഒരു ബോഗസ് ടെസ്റ്റ് നടത്തി ഒരു തെറ്റായ റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത്. തെറ്റായ റിപ്പോർട്ട് വെച്ചാൽ നിങ്ങൾക്ക് യു വാണ്ട് എ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, കോവിഡ് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ ഫ്രീ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അസാധ്യമായി തീർന്നിരിക്കുകയാണ്. ആധാർ കാർഡ് വന്നപ്പോൾ നമ്മൾ ആധാർ കാർഡിൻ്റെ ഒരു നിയന്ത്രണങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ആധാർ കാർഡ് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. അതിന് ഒരാളിൽ നിന്ന് 1,700 രൂപ വരെ ഈടാക്കുന്നുണ്ടെന്നാണ് മനോരമ പറയുന്നത്. മനോരമക്കാർ 1,700 എന്ന് പറയുമ്പോൾ അത് ശരിയാക്കണമെന്നില്ല. എനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു 3,000-6,000 പേരെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ മാർത്താണ്ഡം പിള്ളയുടെ ഒരു ആശുപത്രി ചെന്നിട്ട് നിങ്ങൾക്കൊരു PCR ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കും? നമ്മുടെ ഒരു ലോക്കൽ ഹോസ്പിറ്റൽ ഇവിടെ ഇപ്പോൾ കൊല്ലത്തുള്ള ഈ പറഞ്ഞില്ലേ ഉപാസനയോ ശങ്കേഴ്സോ അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള മെഡിസിറ്റിയോ അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ ഒരു PCR ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 1,700 രൂപയ്ക്ക് തരും. പക്ഷേ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങൾക്കൊരു PCR ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരെ വാങ്ങും? അപ്പോൾ ആ കച്ചവടം മുറയ്ക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഈ 400 രൂപയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കുകയും
അതൊരു വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ ഇയാൾ ഇതിന് 400 രൂപ വേണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലല്ലോ നമ്മുടെ ഈ രോഗികളുടെ സംഖ്യ ഇങ്ങനെ കുത്തനെ ഉയർന്ന് ദിവസം പ്രതി 30,000 ആയിക്കൊണ്ടിരിക്കുന്നത്. അത് മോദി 400 രൂപ വാക്സിൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ലല്ലോ. അതിൻ്റെ കാരണം മറ്റൊന്നാണ്, നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് ഒരു രോഗത്തിൻ്റെ ഡയഗ്നോസിസ്? ഒരു ബോഗസ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു വിചിത്രമായ പ്രതിഭാസം ഇവിടെ അരങ്ങേറിയതുകൊണ്ട് ഉണ്ടായ ആശയക്കുഴപ്പവും അരാജകത്വവും അതിൽ നിന്നുണ്ടാകാവുന്ന അത്യാഹിതങ്ങളും നരഹത്യകളും അതും കൂടി നിങ്ങൾ കണക്കാക്കണം. നരഹത്യകളും അത്യാഹിതങ്ങളും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറഞ്ഞില്ലേ, ഈ വാക്സിൻ വാങ്ങാൻ വേണ്ടി വരിയിൽ നിന്ന് കുഴഞ്ഞു വീഴുന്നവർക്ക് അടുത്ത കാലങ്ങളിൽ അവർ ഇന്നോ നാളെയോ അവരെന്തുമാത്രം സഫർ ചെയ്യാൻ പോകുന്നതൊക്കെ അറിയാൻ നോക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതായത് നമുക്ക് വീടുകളിൽ വാക്സിൻ കൊടുക്കാം. വാക്സിൻ്റെ പ്രയോജനത്തെ പറ്റിയോ പ്രയോജനമില്ലായ്മയെ പറ്റിയോ ഞാനൊരു തർക്കത്തിന് മുതിരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ 25 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി 2 ഡോസ് വാക്സിൻ എടുത്ത കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വാക്സിൻ്റെ ഒരു റിപ്പർക്കഷനായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങൾ കൊണ്ടാണ് നിങ്ങൾ മിക്കവാറും മരിക്കുന്നത്. അല്ലാതെ കോവിഡ് കൊണ്ട് അങ്ങനെ ഇവിടെ ആരും പ്രത്യേകിച്ച് മരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ തെറ്റായ ധാരണയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ് ശരി. പക്ഷേ 2 ഡോസ് എടുത്തു കഴിഞ്ഞതിന് ശേഷവും കുട്ടി പോസിറ്റീവായിരുന്നാണ് പറയുന്നത്. അതിലാണ് സങ്കടം. 2 ഡോസ് എടുത്തതിന് ശേഷവും പോസിറ്റീവ് ആകുന്ന പറയുന്നത് ശരി, അതുവരെ നമുക്ക് സഹിക്കാം. പോസിറ്റീവ് ആയതിനു ശേഷം പോസിറ്റീവ് ആകുകയും അങ്ങനെ കോവിഡ് പിടിപെട്ട് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2 ഡോസ് എടുത്തതിന് ശേഷം കുട്ടി പോസിറ്റീവ്, 25 വയസ്സുള്ള കുട്ടി പോസിറ്റീവ് ആകുകയും അങ്ങനെ ഒരു കോവിഡ് ഡെത്ത് ഉണ്ടാകുകയും മരണകാരണം കോവിഡ് ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 40 വയസ്സായ നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ത്രീ പുരുഷന്മാർ തിക്കും തിരക്കും അനുഭവപ്പെട്ട് വെയിലത്ത് നിന്ന് ഉരുകി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പുറത്തേക്ക് വന്നുകൊണ്ട് വാക്സിന് വേണ്ടി യാചിക്കുന്ന അനാവശ്യമായൊരു സിറ്റുവേഷൻ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയത്? വാക്സിന് പരിമിതികളുണ്ട്. വാക്സിൻ നമ്മൾ കുറേ കൂടെ പ്രിപ്പയർഡായിട്ട് നിങ്ങളുടെ വീടുകളിലെത്തിക്കും. ഇവിടെ അത്യാവശ്യം ഒന്നിനും ഉണ്ടായിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വന്ന് ഈ കോവിഡ് വന്ന് എടുത്തുകൊണ്ട് പോകും, കൊന്നു കളയുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ പുലി ഇറങ്ങി നടപ്പില്ല. നിങ്ങളുടെ എല്ലാ വീടുകളുടെയും വാതിലുകളിലും ഈ കോവിഡിൻ്റെ പുലി വന്ന് നിന്ന് മുട്ടി വിളിക്കുകയാണെന്ന് എന്നുള്ളൊരു ഭീതി പരത്തേണ്ട കാര്യമില്ല. അപ്പോൾ ആൾ കുറേ കൂടി സമചിത്തതയോടെ ഇരിക്കും. വാക്സിൻ വരട്ടെ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിക്കും. അതല്ല ഇപ്പോൾ 400 രൂപയുടെ ലാഭത്തിന് വേണ്ടിയൊന്നും അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എത്രയും മുമ്പേ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള തത്രപ്പാടിൽ ജനങ്ങൾ അത്രയ്ക്ക് ഭയന്നു പോയിരിക്കുന്നു. ഒരു രോഗഭയ വ്യാപാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് കോവിഡിന് മാർക്കറ്റ് ഉണ്ടാകണം. ഇപ്പോൾ ബെവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ഒരു വലിയ ക്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ബെവറേജസിൻ്റെ ആ പറഞ്ഞില്ലേ സെയിൽസ്മാൻ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അതുപോലൊരു ആനന്ദം പിണറായി വിജയനും നരേന്ദ്രമോദിയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതായത് നീണ്ട ഈ നിരകൾ ക്യൂ ഇങ്ങനെ വാക്സിന് വേണ്ടി ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ഒരു ഡിമാൻഡുള്ളൊരു സാധനം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഭരണാധികാരികൾക്ക് അതിൽ അഭിമാനിക്കാം. പക്ഷേ ഇതൊരു ദുരന്തമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ എക്സസ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ അത് പറഞ്ഞില്ലേ എടുത്ത് തട്ടിച്ചു നോക്കുമ്പോൾ അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ കോവിഡ് ഡെത്തിനെ പറ്റി ഈ ഒരു വിശേഷാൽ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. SSLC എക്സാമിനേഷൻ 1,00,000 പേര് എഴുതിയിട്ടുണ്ട്. അഥവാ അവർ ഈ പ്രീകോഷൻസൊക്കെ എടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ന്യായം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ ഇവിടെ ലോക്ക്ഡൗൺ പണ്ടുണ്ടായത് കൊണ്ടാണ് ഇവിടെ ഈ പകർച്ച ഉണ്ടാകാത്തതെന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം. ആ വാദങ്ങളെല്ലാം ഞാൻ സമ്മതിക്കും. എനിക്കതിനകത്തൊന്നും യാതൊരു അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾ ഒരു ഇൻസ്റ്റൻസിലെങ്കിലും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആറ്റുകാൽ ഇൻസ്റ്റൻസിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ല മറ്റുള്ള കേന്ദ്രങ്ങളിൽ, അതായത് ഈ ഇലക്ഷൻ കാലത്ത് പറഞ്ഞില്ലേ മറ്റുള്ളിടത്തൊക്കെ ഈ രോഗനിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, രോഗനിരക്കല്ല പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിക്കുന്നുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആ സമയത്ത്
ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് നമ്മൾ എന്തിനനുസരിക്കണമെന്നും എന്തിനെ ഫോളോ ചെയ്യണമെന്നും എന്തിനെ പിന്തുടരണമെന്നും ഉള്ളതിനെപ്പറ്റി നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തതകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മളൊരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ അത്രയും അപകടം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണം ഉണ്ടായിട്ടുണ്ടോ, ഇതൊരു ഒരു ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു നോഷനാണ്, വളരെ ഒരു മുൻവിധിയോട് കൂടിയാണ്. അതായത് നമ്മൾ ഇത്രയും നാൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏപ്രിൽ 6 കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും ഫ്രീ ആയിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കൊറോണ കളിച്ചു തുടങ്ങാം. ഇന്നലെ വരെ നമ്മൾ ഇലക്ഷൻ കളിക്കുകയായിരുന്നു, ഇനി നമുക്ക് കൊറോണ കളിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു കൊറോണ കളി നമ്മൾ ആരംഭിക്കുകയാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അതിൽ എന്തുമാത്രം ഈ വസ്തുത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മുഖംമൂടി ധരിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ മുഖംമൂടി ധരിക്കണോ? സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞില്ലേ ഈ ഒരു ഒബ്സസീവ് ഈ കമ്പൽഷൻ്റെ ആയിട്ടുള്ള ഒരു രോഗമുണ്ട്. അങ്ങനെയുള്ള ഇത് പറഞ്ഞില്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഹാൻഡ് വാഷിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാഷ് പറഞ്ഞൊരു ഹാൻഡ് വാഷ് ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. സാനിറ്റൈസർ വിൽപ്പനയും അതിൽ നിന്നുള്ളൊരു ലാഭവും എന്ന് പറയുന്ന ഒരു പ്ലാൻ ലോക മുതലാളിത്തത്തിനുണ്ടെന്ന് മാഷ് 2007 മരിച്ചുപോയി, അതിനു മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ സാനിറ്റൈസറുണ്ട്, മാസ്ക് ഉണ്ട്. ഈ സാനിറ്റൈസറും മാസ്കും ഏത് പരിധി വരെ നമുക്ക് ഉപയോഗിക്കാം? നമ്മളിപ്പോൾ ഒരു കടയിൽ അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് സാനിറ്റൈസർ ഒഴിച്ചു തരുന്നതോടുകൂടി അണുക്കളെല്ലാം അതോടുകൂടി അങ്ങ് പോകും. പിന്നെ അവിടെ ഇരിക്കുന്ന ആളുമായിട്ട് നമ്മൾ പറഞ്ഞില്ല, അവിടെ ഇരിക്കുന്ന സാധനം എടുക്കുന്നതിലോ കൊടുക്കുന്നതിലോ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെ അതിശയോക്തിപരമായ ചില അത്യുക്തികളുണ്ട്. ഈ അത്യുക്തികളുടെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മാസ്ക് എന്ന് പറഞ്ഞ പരീക്ഷണാർത്ഥം നമ്മൾ ചില സമൂഹങ്ങളിലെങ്കിലും ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇബ്രാഹിം കുട്ടിയും നമ്മുടെ ഭാവി മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്, മറ്റുള്ളവരാരും ആഗ്രഹിച്ചായിട്ട് അറിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു, കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആകേണ്ടത് ഞാനാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. അത് വളരെ ന്യായമായൊരു അഭിപ്രായമാണ്. അദ്ദേഹത്തിന് 89 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ ഇനി മറ്റു പണിയൊക്കെ തീർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിശ്രമകാലത്ത് ചെയ്യാനുള്ള ഒരു വിനോദ പ്രവർത്തനമാണ്. പണ്ട് ഈ രാജാക്കന്മാർ ഈ മൃഗയാവിനോദത്തിന് പോകുന്നത് പോലെയും അല്ലെങ്കിൽ ഈ ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഈ വാനപ്രസ്ഥത്തിന് പോകുന്നത് പോലെയും ആ വാനപ്രസ്ഥത്തിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രിയായി കളയാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അത് ഇന്ത്യൻ ഈ വൈദിക പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നല്ല ചേതനയാണത്, അത് നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞില്ലേ, വാർദ്ധക്യകാലത്ത് നമ്മളെ ബഹുമാനിക്കുന്നൊരു കാര്യമുണ്ട്. ആ വാർദ്ധക്യകാലത്ത് പോലും അദ്ദേഹം ഈ പറഞ്ഞില്ലേ ഇബ്രാഹിം കുട്ടി വലിയ അപരാധം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടുത്തെ പല പാലങ്ങളുടെയും കഥ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള പല കൺസ്ട്രക്ഷൻസിൻ്റെയും ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിൻ്റെയും കഥ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധക്ഷയം സംഭവിക്കും. അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ്. നമ്മളിപ്പോൾ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞുമലയുടെ ഒരു അരികു മാത്രമാണ് ഈ പറഞ്ഞ ഈ പാലത്തിലുണ്ടായ ചെറിയൊരു കെടുതി. അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഇബ്രാഹിം കുട്ടിയെ നമ്മൾ കുഴപ്പക്കാരനെന്ന് വിളിക്കുന്നു. അതിനേക്കാളും കുഴപ്പക്കാരനെന്ന് വിളിക്കേണ്ടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം അതല്ല. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞില്ലേ, ഈ ഒരു മാസക്കാലത്തിനിടയ്ക്ക് മിക്കവാറും ആശുപത്രികളിൽ പോകുമായിരുന്നു. ആശുപത്രികളിൽ കോവിഡ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളെങ്ങനെയാണ്, നിങ്ങളിപ്പോൾ തരുന്ന മരുന്ന് എന്താണ്, നിങ്ങളെങ്ങനെയാണ് കഴിയുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ആ കോവിഡ് രോഗികളല്ലാതെ അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളെ കാണാൻ വേണ്ടി ഞാൻ ഈ മാസം 2 തവണ എറണാകുളത്ത് പോകും. എറണാകുളത്ത് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ശ്രീധരൻ്റെയും ഇബ്രാഹിം കുട്ടിയുടെയും ആ പാലത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ആ തിളയ്ക്കുന്ന വെയിലിൽ അവിടുത്തെ തൊഴിലാളികൾ ഒരു മുഖാവരണവുമില്ലാതെ നിന്ന്
വളരെ ശ്രമകരമായ പണി ചെയ്യുന്നത്, കമ്പി വളയ്ക്കുന്നതും ഒടിക്കുന്നതും കൂടമെടുത്ത് അടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടുകൊണ്ട് പോവുകയാണ്. ഞാനൊരു കാഴ്ചക്കാരനാണ്. എനിക്കുള്ള നിബന്ധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സഞ്ചരിക്കുന്ന കാറിൽ അകത്ത് ഞാൻ മുഖംമൂടി ധരിക്കണമെന്നുള്ളതാണ്. അതാണ് നിബന്ധന. അവിടെ ഇരുന്നിട്ട്, അതായത് ഈ ഗ്ലാസ് ഇട്ട ഒരു കാറിനകത്തിരുന്നാലും ഈ മുഖംമൂടി ധരിച്ചു കൊള്ളണം എന്നുള്ള കൽപ്പന അനുസരിക്കുന്ന വിനീത വിധേയനായ ഒരു പൗരനായിട്ട് ഞാൻ അഭിനയിക്കുകയാണ്. ഞാൻ അകത്തിരിക്കുമ്പോഴത്തേക്ക് മുഖംമൂടി താഴോട്ട് വലിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഡ്രൈവറുടെ ഞാൻ പറയും, സമ്പത്തിൻ്റെ ജീവൻ രക്ഷിച്ചോ, അവ N95 അതാണ് ഉപയോഗിക്കുന്നത്, നീ സുരക്ഷിതനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്നിൽ നിന്ന് നിനക്ക് പകരില്ല, നിനക്ക് മുഖംമൂടി ഉണ്ട്. അതുകൊണ്ട് പിന്നെ വരുന്ന എൻ്റെ കാര്യമാണ്. അതിപ്പോൾ ഞാൻ ഇതിനകത്തിരിക്കുമ്പോൾ നിൻ്റെ നിന്നൊരു രോഗം പകർന്ന് ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ മരിച്ചു പോകട്ടെ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞില്ലേ, ചിലപ്പോൾ ഈ വരുന്ന ഈ ഒരു ദിവസം കൊല്ലത്തുനിന്ന് പോയി എറണാകുളം വരെ പോയി തിരികെ വരുന്നതിനിടയ്ക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഹോട്ടലുകളിലൊക്കെ കയറി അവിടുത്തെ കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കും. അവിടെ ഇതുപോലെ ഈ സാനിറ്ററി വേസ്റ്റ് കൈയൊക്കെ കഴുകി തന്നെയാണ് ചെല്ലുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ വരുമ്പോഴും ഈ പറയുന്നത് പോലെ പല കാഴ്ചകളും കാണുന്നുണ്ട്. പലയിടത്തും ചിലർ ഈ വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷേ നിങ്ങൾ തൊഴിലാളികളുടെ അടുത്തേക്ക് ചെല്ലണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കർഷക സമരം നടക്കുമ്പോഴേക്ക് ഇവിടെ നിന്ന് പോയ പലർക്കും പനി പിടിച്ചു. പക്ഷെ അവിടെ ആർക്കും പനി പിടിച്ചില്ല. അവർ തണുപ്പത്തും വെയിലത്തും ഒരു മാസ്കും ഇല്ലാതെ സമരം ചെയ്യായിരുന്നു. ഇപ്പോൾ അവർ അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പത്ര റിപ്പോർട്ടുകൾ പോലും നമ്മുടെ കൈവശം ഇല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ പറയുന്നത് പൊതുവായ മനുഷ്യനെ ബാധിക്കുന്ന ഒരു ന്യായമാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ശാരീരികമായ ഊർജ്ജശക്തി, മാനുവലായിട്ടുള്ള ഊർജ്ജശക്തി മൊബിലൈസ് ചെയ്ത് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് തീർച്ചയായും അത് ഒരു വലിയൊരു പ്രതിരോധമായിട്ട് തന്നെ വരും. യാതൊരു സംശയവുമില്ല. ഒരു കൂട്ടായ്മയിൽ, അതാണ് പറഞ്ഞത്, ഈ ഇലക്ഷൻ കാലത്ത് ഈ നൃത്തം നടത്തുകയും ചാടുകയൊക്കെ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും വീട്ടിനകത്ത് പറഞ്ഞില്ല, ഇങ്ങനെ വളരെ ഇനർട്ടായിട്ടിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു പരമാണു നമ്മുടെ അടുത്തൂടെ പോയാലും അത് നമ്മളെ വിടുകയില്ല, കയറി ഒന്ന് കടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളൊരു തുറസായ ഒരു സ്ഥലത്തേക്ക് പോവുകയും മിങ്കിൾ ചെയ്യുകയും ചെയ്താലുണ്ടാകുന്ന അപകടമെന്ത് എന്ന് അവിടെ ഇരിക്കുന്ന CDCയുടെ സായിപ്പ് പറയുന്നതല്ല, കേരളത്തിലെ ഫ്രം കേരള എക്സ്പീരിയൻസ്. ഇപ്പോൾ പൂരം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ഈ കോവിഡിൻ്റെ ഈ റിസ്ട്രിക്ഷൻ വന്നപ്പോൾ എനിക്ക് ആകെ ഈ ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഈ പള്ളിയിലും ഈ ക്ഷേത്രങ്ങളിലും ഒക്കെ ഉള്ള ആൾക്കൂട്ടം ഒന്ന് കുറഞ്ഞു, പിന്നെ ആർഭാടപൂർവമായ കല്യാണങ്ങളില്ലാതായി, അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളുണ്ടായി എന്നുള്ളതിൽ കവിഞ്ഞ് ആളുകളുടെ ഉത്സവങ്ങളെന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷനാണ്. അവിടെ ഇപ്പോൾ ദൈവം എന്ന് പറയുന്നതൊക്കെ ഉള്ള ഒരു നമ്മൾ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ആളുകളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടെ ഇവർ പൊങ്കാലയിടുമ്പോൾ നമ്മുടെ സ്ത്രീകളവിടെ പോയി പൊങ്കാലയിടുമ്പോൾ ആ പൊങ്കാല എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ചില ശാസ്ത്രീയതകളുണ്ട്. പഴയ കാലത്തിൻ്റെ ഇതുമായിട്ട് ഈ പറഞ്ഞില്ലേ, ഈ പൊങ്കാല ഇടുമ്പോഴത്തേക്കുണ്ടാകുന്ന ഈ അറ്റ്മോസ്ഫിറിക് ആയിട്ടുള്ള ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കുറേ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുമില്ല എന്നൊന്നും പറയണ്ട. പക്ഷേ എന്നാലും ആളിങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോഴുണ്ടാകും കുഴപ്പമുണ്ടാകുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചിട്ടുണ്ടോ നമ്മൾ? അതായത് അന്ന് അത് നടന്നതിൻ്റെ പേരിൽ എത്ര പേർക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ട്? അതിനുശേഷം പല കൂട്ടങ്ങളും ചെറിയ കൂട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടോ? 200 പേരിൽ കൂടി കഴിഞ്ഞാൽ ആളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 200 പേരൊക്കെ കൂടിയിട്ടുണ്ട്. ഈ മാസ്ക് ഇല്ലാതെ തന്നെ ആളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കർഷക സമരത്തിന് എത്രയോ മാസക്കാലം അവർ മാസ്ക് ഇല്ലാതെ അവിടെ ജീവിച്ചു. ഇനിയിപ്പോൾ അവരുടെ കഥകളൊന്നും മാധ്യമക്കാർ പറയുന്നില്ല. അവരവിടെ ഉണ്ടോ? ഒരു ഫോട്ടോഗ്രാഫ് പോലും ഇല്ല. മാധ്യമക്കാർക്ക് വേറെ ഒരുപാട് വിശിഷ്ടമായിട്ടുള്ള ഇരകളെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടു, കർഷകരെ അങ്ങ് വിട്ടു. കർഷകരെയും അവർ ഉയർത്തിക്കൊണ്ടുവന്ന സമരത്തെയും അവരങ്ങ് വിട്ടു. ഇന്നലെ വരെ കർഷകരുടെ ഡിമാൻഡിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മാധ്യമപ്രസ്ഥാനം ഇന്ന് കർഷകരെ കാണാനേ ഇല്ല. കർഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട് എന്ന് തന്നെ അറിയുന്നില്ല. അവരവിടെ തീർന്നു. ഇപ്പോൾ നമ്മൾ സിദ്ദീഖ് കാപ്പൻ്റെ ഒരു കാര്യം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ.
അല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഒറ്റ തിരിച്ചെടുത്ത ഒരു വികാരം മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നു എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു കൂട്ടം, എനിക്കതിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. അപ്പോൾ അത് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് അങ്ങ് ഭയങ്കര വ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിചാരിച്ച പോലെ വ്യാപനം ഉണ്ടായോ? കുംഭമേള നടന്നിട്ട് പോലും ഈ സന്യാസിമാർക്ക്, സാധാരണ സന്യാസിമാർക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസി എന്ന് പറയുന്നത്. വൈറസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടും. ഏത് വൈറസാകും, അങ്ങനെയുള്ള ഉരുക്കളാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയെന്നും പറഞ്ഞ് എവിടെയെങ്കിലും വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ടോ? അവിടെ കേന്ദ്രീകരിച്ച്, കുംഭമേള നടന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ്. അപ്പോൾ അവിടെ ആരും ഇലക്ഷൻ നടത്തിയില്ല. ഇപ്പോൾ കേരളത്തിൽ നടത്തിയ പോലെ ഈ ആസന്ന കാലത്ത് ആരും അവിടെ ഇലക്ഷൻ നടത്തിയില്ല. ബംഗാളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആസാമിലായാലും കേരളത്തിലായാലും ബംഗാളിലായാലും ഇലക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ പ്രശ്നമുണ്ടായ കേരളത്തിൽ ഇലക്ഷൻ മൂലമാണ് ഇതുണ്ടായി എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ പേക്കൂത്തുകളോട് എനിക്ക് യോജിപ്പില്ല. ഈ റോഡ് ഷോ എന്ന് പറയുന്ന ആഭാസവും പിന്നെ അനുസരിച്ച് ഈ പറഞ്ഞില്ലേ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരെ കൊണ്ട് സംഘടിപ്പിക്കുന്ന മറ്റുള്ള പരിപാടികളും പിന്നെ ഈ പറഞ്ഞില്ലേ ഈ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ളതെന്നൊക്കെ പറയുന്നത് വലിയ രാജ്യത്തെ തകർക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. അതിനോടൊന്നും യോജിപ്പില്ല. എന്നാലും ഇതുകൊണ്ട് എന്തുമാത്രം വ്യാപനം ഉണ്ടായി എന്നുള്ളൊരു ഓബ്ജക്റ്റീവ് സ്റ്റഡിക്ക് നമ്മുടെ ആൾക്കാർ തയ്യാറായിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇത് മാത്രമാണ്. നിങ്ങൾ ഇതിൻ്റെ വകഭേദങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്നു. നിങ്ങളിപ്പോൾ ഈ കൊല്ലത്ത് തന്നെ ഒരു 4 or 5 ലാബുകൾക്ക് ഈ ഇതിൻ്റെ കൊറോണയുടെ വൈറസിനെ ട്രേസ് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് 4 പേർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വകഭേദങ്ങൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ആശയം നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് വൈറസുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് WHO പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതായത് അതിൽ ജലദോഷത്തിൻ്റെ വൈറസിനെയും ഈ കൊറോണയുടെ വൈറസിനെയും കണ്ടെത്താൻ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്വേദമാണ് നമ്മൾ മിക്കവാറും എടുക്കുന്നത്. കണ്ടാമിനേഷൻ ക്ലിയർ ചെയ്യുന്നില്ല. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്വേദത്തിൽ പലതരത്തിലുള്ള വൈറസുകൾ കാണും. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ജനിതക ഭേദം സംഭവിച്ച 40% വൈറസുകൾ ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായിട്ട് പറയുമ്പോൾ ഇതൊന്നും കൊട്ടത്താപ്പിന് പറയാവുന്ന കാര്യങ്ങളല്ല. മുഖ്യമന്ത്രി, ഒരു ജനിതക ഭേദം സംബന്ധിച്ച വൈറസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ പറഞ്ഞില്ലേ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ, അങ്ങനെ ഒന്നും ഉണ്ടായോ എന്നുള്ള കാര്യം നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രകൃതം എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള പഠനം വേണം. അതൊക്കെ ആയിട്ടേ ഇതൊക്കെ പറയാവൂ. അതിനു മുമ്പ് 40% പേര് പറഞ്ഞില്ലേ, ഇന്നലെ 28,000 പേര് ഈ തരത്തിൽ പോസിറ്റീവായിട്ട് എണ്ണപ്പെട്ടു. പോസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എത്ര 22 മറ്റാണ്. അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്തതൊന്നുമില്ല. പോസിറ്റീവായിട്ട് കാണപ്പെട്ടു എന്ന് വെച്ചാൽ അത് കണ്ടതിൻ്റെ ദോഷമാണ്, പോസിറ്റീവ് ആയതിൻ്റെ ദോഷമല്ല. പിണറായി വിജയൻ ഇപ്പോൾ പോസിറ്റീവായി കാണപ്പെട്ടു, അത് പിണറായി വിജയൻ്റെ ദോഷമല്ല, അത് കണ്ടവൻ്റെ ദോഷമാണ്, അല്ലെങ്കിൽ പരിശോധിച്ചവൻ്റെ ദോഷമാണ്. അവസാനം പിണറായി വിജയൻ തന്നെ ബോധ്യപ്പെട്ടു അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും അത് രോഗമായിട്ട് മാറുന്നില്ല, അതുകൊണ്ട് അങ്ങനെ രോഗം സ്ഥിരീകരിക്കേണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇത്ര 40% പേര് ഈ തരത്തിൽ പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. 60% പേര് പഴയതുപോലെ മുള്ളും മുരിക്കുമൊക്കെ ഉള്ള കൊമ്പുമൊക്കെ വെച്ച വൈറസുകൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ വളരെ വിദഗ്ധമായിട്ട് അവർ തീർച്ചയായിട്ടും അങ്ങോട്ട് മഷിയിട്ട് കണ്ടുപിടിച്ച് ഇവൻ കോവിഡിൻ്റെ വൈറസ് തന്നെയാണ് എന്ന് തീരുമാനിക്കുകയും ഇവൻ കടന്നു കഴിഞ്ഞാൽ രോഗം ഉടനടി സ്ഥിരീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഒരു ഭാഗത്ത്. പക്ഷേ ഈ 40% കാര്യത്തിൽ നിങ്ങൾക്ക് ആ തരത്തിൽ കൃത്യമായിട്ട് കാര്യം പറയാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ പുറമേയുള്ള ബാഹ്യലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നൊന്നും യാതൊരു രൂപവുമില്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ ഈ ലാബുകൾക്കെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ജനിതക ഭേദം സംഭവിച്ച വൈറസുകൾ ഇതേ
മാതൃകയിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലും പ്രകൃതത്തിലുമുള്ള വൈറസുകൾ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വേദത്തിലുണ്ടാകും. അത് ഒന്നും തന്നെ ഈ കോവിഡിൻ്റെ വൈറസ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇതിനെല്ലാം കൂടി അങ്ങ് കൂട്ടിയിട്ട് 60, 40 എല്ലാം കൂടി അങ്ങ് കൂട്ടിയിട്ട് ഒരു കണക്കുണ്ടാക്കിയിട്ട് ദിവസം പ്രതി 22.55 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഈ പറഞ്ഞില്ലേ കണക്ക് പറച്ചിലിൻ്റേതായിട്ടുള്ളൊരു ശാസ്ത്രീയത. നമ്മൾ ജനങ്ങളോട് പരമാവധി സത്യസന്ധത പുലർത്തണം. നമ്മൾ രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ, ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ, നമ്മൾ വലിയ ആളുകളാണ്. നമുക്കെന്തെങ്കിലും രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മേയോ ക്ലിനിക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചികിത്സിക്കാം. പക്ഷേ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരല്ല. ഇതിന് വേണ്ടിയില്ല ഇതിൽ നിന്ന് രക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷ, കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ വലിയൊരു കാര്യമാണ്. അതായത് രോഗവ്യാപന ഭയം ഉണ്ടാകുകയും ജീവാപായം ഉണ്ടാകുമെന്ന് ഭയക്കുകയും ചെയ്യുന്ന ഒരു ജനതയ്ക്ക് ഒരു പ്രത്യാശ എന്നുള്ള രൂപത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാക്സിൻ സ്വാഗതാർഹമാണ്. അതിൻ്റെ ഇഫക്റ്റ് പിന്നെ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമാണ്. എന്തായാലും ആ 25 വയസ്സായ പെൺകുട്ടിയുടെ മരണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദന അതാണ്. 2 ഡോസ് എടുത്തതിന് ശേഷം ഈ മരിച്ചുപോയ പെൺകുട്ടി കോവിഡ് മൂലമാണ് മരിച്ചതെന്ന് കൂടി നിങ്ങൾ പറയുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. അതിൻ്റെ റീനൽ ഡിസീസ് എന്നുള്ള യഥാർത്ഥം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേദന ഉണ്ടാകില്ല. അതിനെ കൂടെ കോവിഡിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ വാക്സിൻ്റെ വിശ്വാസ്യതയെ കൂടി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാക്സിൻ എടുത്തെന്ന് പറഞ്ഞിട്ട് ക്രോണിക് റീനൽ ഡിസീസുള്ള ഒരു കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വാക്സിൻ നമ്മൾ എടുക്കുന്നത് ഈ ഒരു പ്രത്യേക വൈറസിന് വേണ്ടിയാണ്. അതായത് റെസ്പിറേറ്ററി ട്രബിൾ, അക്യൂട്ട് സിവിയർ റെസ്പിറേറ്ററി സിൻഡ്രോമുള്ള ഒരു ഡിസീസ്, അത് ആ സിംറ്റം ഒരു ഡിസീസായി മാറുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ആ വാക്സിൻ എടുത്തുള്ളത് കൊണ്ട് ഒരു കുട്ടി അവളുടെ ആ റീനൽ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാര്യങ്ങൾ പറയില്ല. ഇനിയും പറഞ്ഞില്ലേ ഈ കാര്യത്തെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കരുത് എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നു. നമ്മൾ എന്തു വില കൊടുത്തും അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കടന്നാക്രമിക്കും. എന്നിട്ട് 60, 40 എന്നുള്ള തരത്തിൽ 40 പുതിയ വകഭേദം, 60 പഴയ ഭേദവും പുതിയ വകഭേദവും തമ്മിൽ കൂട്ടുമ്പോൾ 22% പോസിറ്റീവ് റേറ്റ് എന്നൊക്കെ ഒരു കണക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളൊരു ഭരണാധികാരിയാണെന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെ പറയുകയാണ്. മനസ്സിലാക്കിയേ മതിയാവൂ. കാരണം ഇതിനെപ്പറ്റി വളരെ വ്യക്തതയോടെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ സംസ്ഥാനത്ത് 1.25 വർഷം കഴിഞ്ഞിട്ടും വികസിപ്പിച്ചെടുക്കാൻ കഴിയാത്ത നമ്മൾ അവിടെ നിന്ന് മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രൊഫസറും അല്ലെങ്കിൽ CDCയിൽ നിന്ന് ഒരു എക്സ്പെർട്ടും അതിനേക്കാളും വലിയ എക്സ്പെർട്ടായിട്ടുള്ള നമ്മുടെ സുരക്ഷാ മിഷൻ ഡയറക്ടറും അതിനേക്കാളും വലിയ എക്സ്പെർട്ടുകളായ IMAക്കാരും വിളിച്ചു പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ബാക്കി പറയാനുള്ള കാര്യങ്ങളുണ്ട്, വേറെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവനേക്കാൾ നമ്മുടെ ജീവൻ അപകടത്തിലേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദിവസവും നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, ഇനിയും ജനങ്ങളെ വരിഞ്ഞു കെട്ടുമെന്നും ലോക്ക്ഡൗൺ കൊണ്ടുവരുമെന്നും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇനിയും ഇല്ലാതാക്കുമെന്നും മനുഷ്യനെ ശ്വാസം മുട്ടിക്കുമെന്നും. എന്താണ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് വെച്ചാൽ? എന്താണ്? മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്നതാണ്. നിങ്ങൾ പൊതുജീവിതത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.25 വർഷമായിട്ട് മനുഷ്യൻ്റെ പൊതുജീവിതാവകാശത്തെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്.
ആ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നിങ്ങൾക്കൊരു വൈറസ് വേണ്ട, നിങ്ങൾക്ക് ലോക്ക്ഡൗൺ മതി. നിങ്ങൾക്ക് ബന്ധനങ്ങളുടെ ചങ്ങലകൾ, അധികാരം തന്ന ബന്ധനങ്ങളുടെ ചങ്ങലകൾ നിങ്ങളുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങുമ്പോൾ അത് ആവശ്യമാണോ എന്ന് 100 വട്ടം ചിന്തിക്കണം. അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണം. നിങ്ങൾ വെറുതെ ജനങ്ങളെ അങ്ങനെ അഴിച്ചുവിടണമെന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇത് പടരുന്നത്, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രോഗമായി മാറുമോ, ആ രോഗം എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്, ഏത് അവസ്ഥയിലാണ് കൺഫേം ചെയ്യുന്നത്? ഇത് ഒരു റെസ്പിറേറ്ററി ഡിസീസാണ്, ഇത് ന്യൂമോണിയയുടെ ഒരു വകഭേദമാണ്, ഇത് കോവിഡ് ന്യൂമോണിയയാണ്. ന്യൂമോണിയ നമ്മുടെ രാജ്യത്ത് പണ്ടേ മുതലുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പേർക്ക് ശ്വാസകോശ രോഗങ്ങളുണ്ട്. ആ ശ്വാസകോശ രോഗങ്ങളിൽപ്പെട്ട ഒന്നിനെയാണ് അക്യൂട്ട് സിവിയർ റെസ്പിറേറ്ററി സിൻഡ്രോം എന്നിടത്തു നിന്ന് ആരംഭിക്കുന്ന ഈ കോറസിന് സ്പേസ് കൊടുക്കുന്ന ഒരു രോഗമായിട്ട് നമ്മൾ കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട്, ഇതിനകത്ത് അങ്ങനെ നമുക്ക് വലിയ പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനൊരു വൈറസ് കൂടി നമ്മുടെ ഈ റെസ്പിറേറ്ററി ഡിസീസിൻ്റെ പാരമ്പര്യത്തെ ബാധിക്കുകയാണെങ്കിൽ, അതിലൊരു പാരമ്പര്യമുള്ളവരാണ് ബാധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനെ നമ്മളങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം. അത് ജനങ്ങൾക്ക് സഹകരിക്കാം. പക്ഷേ നിങ്ങൾ നിബന്ധനകൾ യാതൊരു അന്വേഷണവും നടത്താതെ, യാതൊരു ഇൻവെസ്റ്റിഗേഷനും നടത്താതെ, യാതൊരു ഡയഗ്നോസിസും ഇല്ലാതെ നിങ്ങൾ തീരുമാനങ്ങളിലെത്തുകയും അടിച്ചേൽപ്പിക്കുകയും, ഇതൊക്കെ ചില വിദഗ്ധന്മാർ പറയുന്നതാണ്. ഏത് വിദഗ്ധൻ എന്ന് ചോദിക്കുകയാണ്. ഏത് വിദഗ്ധൻ? ഈ ഇരിക്കുന്ന സുരക്ഷാ മിഷൻ ഡയറക്ടർക്കാളും ഒട്ടും മോശക്കാരനല്ല മോഹൻ വൈദ്യൻ. ജീവിച്ചിരിക്കുന്ന ഒരു മോഹൻ വൈദ്യനുണ്ട്. അദ്ദേഹത്തെ നിങ്ങളെല്ലാം പീനലൈസ് ചെയ്ത് വ്യാജ വൈദ്യൻ അടിച്ച് അകത്താക്കണം, കൊല്ലണം, തിന്നണം എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ശാസ്ത്രീയ വിദ്വാൻമാരുണ്ട്. ഇയാൾ വിളിച്ച് പറയുന്നത് എന്താ പറയുന്നത്? സുരക്ഷാ മിഷൻ്റെ ഡയറക്ടർ വിളിച്ച് പറയുന്നത് എന്താണ്? അവിടെ ഇന്നിങ്ങനെ പറയുന്നു, അതുകൊണ്ട് നമുക്കും ഇങ്ങനെ പറയാം. അവിടെ ഇന്നിങ്ങനെ പറയുന്നു, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപദേശികളുടെയും വിദഗ്ധന്മാർ, ആ ഒരു ഉപദേശിയുടെ കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് വന്ന അതാണ്. ഒരു ഉപദേശി ജോൺ ബ്രിട്ടാസ് ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതും ഏത് ഭാഗം അങ്ങനെ ഇതുമായിട്ട്, അതായത് USA-യുടെ താല്പര്യങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നുവെന്നും അവന് വിജയമുണ്ടാകുന്നുവെന്നും ഉള്ള ഒരു വായ്ത്താരി സൃഷ്ടിക്കുന്ന ഒരു ഉപദേശി നമുക്കുണ്ടായിരുന്നു. അത്തരം ഉപദേശികൾ സ്വയം വഞ്ചിക്കുന്ന, സ്വന്തം നാടിനെ വഞ്ചിക്കുന്ന, സ്വന്തം നാടിൻ്റെ ചരിത്രത്തെ വഞ്ചിക്കുന്ന ഉപദേശികളും വിദഗ്ധരും കൂടിയാണ് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് ന്യായമായും നിങ്ങളെ സംശയിക്കാം. ഞാൻ സംശയിക്കണമെന്ന് പറയുകയല്ല, പക്ഷേ നിങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഒന്നിച്ചു നിന്നാൽ, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നിച്ചു നിന്നാൽ നമുക്കെല്ലാം തടയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു, ഞങ്ങളൊന്നും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഡയഗ്നോസിസ് നടത്തി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഈ ഡോക്ടർമാരാണ്. അവർ പറയുന്നത് ഞങ്ങളൊന്നും അറിയുന്നില്ല, മുകളിൽ നിന്ന് ആരോ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എവറിത്തിങ് ഈസ് ഒപ്പേക്ക് എന്ന് ഡോക്ടർമാരുടെ സംഘടന വിളിച്ചു പറയുന്നു. അവരെ പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാവുന്നില്ല. അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ 60,000 പേരെ PCR ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ രാജ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ആക്രമിക്കുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൈലജ ടീച്ചറിനും ആക്രമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശൈലജ ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീകളോട് നമുക്ക് ബഹുമാനമുണ്ട്. ഇത്രയും നമുക്ക് ആദരണീയമായിട്ടുള്ള ഒരു ഏറെ ഒരു അമ്മയ്ക്ക് ശേഷം ഇത്രയും ആദരണീയമായിട്ടുള്ള ഒരു മന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവരെ നിങ്ങൾ എന്താക്കി മാറ്റി എന്നുള്ളത്, അതായത് ഈ വിദഗ്ധന്മാരും ഉപദേശികളും ഈ ധാർഷ്ട്യം നിറഞ്ഞ ഭരണകർത്താക്കളും കൂടി അവരെ എന്താക്കി മാറ്റി എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ തരത്തിലുള്ള ഒരു ഡിസ്ഇൻഫർമേഷൻ, ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞത് അതൊരു ഡിസ്ഇൻഫർമേഷനാണ്. ആ തരത്തിലുള്ള ഡിസ്ഇൻഫർമേഷൻ ഒരിക്കലും, അതായത് കോവിഡിനെ കുറിച്ച് ഭയന്നുകൊണ്ടിരിക്കുന്നവർക്ക്, കോവിഡ് മൂലമല്ലാതെ ഒരുപക്ഷെ മരിക്കുന്ന ആൾക്കാർ, 2 ഡോസ് വാക്സിൻ എടുത്ത ആൾ പോലും കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് ഈ ജീവഭയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തരുത്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വാചകം മാത്രമേ, സമയമില്ലാത്തതുകൊണ്ട് ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ. അത് ഇവിടുത്തെ മാധ്യമങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഗീബൽസിൻ്റെ പടയാളികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ മാധ്യമ ലോകത്തെ ആകെ ശപിച്ചുകൊണ്ട്
ഇത് ലോകത്തിൻ്റെ നാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പുസ്തകം എഴുതിയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, അങ്ങനെ നമുക്ക് മാധ്യമം എന്ന് പറയുന്ന അത് വേറൊന്നും കൊണ്ടല്ല, ഭരണത്തിൻ്റെ നാലാം തൂണ് എന്താണ് രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ദിവസവും പാനലിസ്റ്റുകളെ വിളിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ പല കാര്യങ്ങളും സംഗതമാണെങ്കിൽ ആ തരത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ തരിമ്പെങ്കിലുമുള്ള ഒരു ശബ്ദം ഈ പാനലിസ്റ്റുകളുടെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടോ? വരാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾ വസ്തുതകളെ തമസ്കരിക്കുകയല്ലേ? ആളുകളെ ഇരുട്ടിൽ തന്നെ അധിവസിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ ഈ തരത്തിൽ സംശയത്തിൻ്റെയും സ്വയം സംശയത്തിൻ്റെയും മരണഭീതിയുടെയും ഒരു ചതിക്കുഴിക്കുള്ളിലേക്ക് തള്ളി വീഴ്ത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ ഞാൻ തന്നെ മുമ്പിൽ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന മാധ്യമങ്ങൾക്ക് കൂടി സ്തുതി. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.